ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, What we are going to meditate today. കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ആൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു. One important person has called me through the phone. എല്ലാവരും ഇരിക്കാം. എന്താ പാസ്റ്ററേ, Why, Pastor? മനുഷ്യനെന്താ ഇത്രയും അറിവും ജ്ഞാനവും ഒക്കെ വർദ്ധിച്ചിട്ടും, Even though the peoples are getting more wisdom and knowledge, അറിവും ജ്ഞാനവും എല്ലാം വർദ്ധിച്ചിട്ടും മനുഷ്യനെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? why these peoples are doing like this? കാരണം ഒന്ന് മിഡിൽ ഈസ്റ്റാണ്. Once the Middle East. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, The things happening in the Middle East. പ്രത്യേകിച്ച് അറിയാം, ഇപ്പോൾ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു. Now the Iran and Israel battle started. കുറേ കാലങ്ങളായിട്ട് മനുഷ്യൻ അസ്വസ്ഥരായി ജീവിക്കുകയാണ്. For few days the man became very discomfort, റഷ്യ ഉക്രൈൻ യുദ്ധം, and the war between the Russia and Ukraine, അതുപോലെ തന്നെ ഗാസയിലെ യുദ്ധങ്ങൾ, and the war in Gaza. ഇതെന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. He asked me, when will be the end? എന്തിനാണ് ഈ മനുഷ്യൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? Why these peoples are creating this much problem? ഇവിടെ മനുഷ്യനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. Here we cannot blame the peoples. മനുഷ്യന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ദുഷ്ടശക്തിയാണ് ഇതിന്റെ പിന്നിൽ നമുക്കറിയാം. The evil spirits working behind the man is the reason for this. നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ, We know that God created angels. അവരുടെ പരീക്ഷാഘട്ടങ്ങളിൽ അവർ വീണുപോയി. In their trials they have been fallen. അവരുടെ ഹൃദയത്തിൽ നിഗളം പ്രവേശിച്ചു. The pride entered into their hearts. ആ നിഗളത്തിനാൽ അവർ ദൈവത്തോട് മത്സരിക്കുവാൻ തുടങ്ങി. Because of that pride they become rebellious against God. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ വഞ്ചിച്ചു. And they deceived the man created by God. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വശീകരിച്ചിട്ട് They have attracted them to the lust of this world. അവനെ മോഹന വാഗ്ദാനങ്ങൾ നൽകി, Given a big things, challenges. ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അവനെ കാണിച്ചു കൊടുത്തു. He has shown a world which is not there. അങ്ങനെ വഞ്ചിക്കപ്പെട്ട ഒരു മനുഷ്യ സമൂഹമാണ് ലോകത്തിൽ കണ്ടത്. Now we can see the man which is deceived by God. എന്നാൽ അവരെ വീണ്ടും രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. To save them, the God came to this world. വീണ്ടും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി യേശു ലോകത്തിൽ വന്ന മനുഷ്യനോട് സംസാരിക്കുകയുണ്ടായി. Jesus came to the world to bring them back to him. കർത്താവ് തന്റെ ജീവനെ മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീർത്തു. God has given his life as a sacrifice to the mankind. ഈ അടുത്ത സമയത്തിൽ The recent time, കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനും ഗാനരചയിതുമായ there is a big literate in Kerala. ശ്രീകുമാരൻ തമ്പി ഇപ്രകാരം അഭിപ്രായപ്പെടുകയുണ്ടായല്ലോ. Sri Kumaran Thabbi has told like this. യേശുക്രിസ്തു Jesus Christ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവും ഗുരുവുമാണ്. a great leader is Jesus Christ in the whole world. ഗുരുക്കന്മാരുടെ ഗുരു. He is the teacher above the teacher. തന്റെ താഴ്മ, His humility. ലോകത്തിൽ മറ്റൊരു ഗുരുക്കന്മാരും തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ടില്ല. No master has washed the feet of their disciples. അത് തന്നെ ആകർഷിച്ചു. It is attracted him. തന്നെ ലോകം ക്രൂശിച്ചു, മനുഷ്യവർഗത്തിന് വേണ്ടി തന്റെ ജീവനെ അർപ്പിച്ചു. He has given his life for the mankind. The world has crucified him. നമുക്കറിയാം, മഹാത്മാഗാന്ധി, Like Mahatma Gandhi, താൻ ഇത്രയും മഹാത്മാവായി തീർന്നതിന്റെ പിന്നിലെ രഹസ്യം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണെന്ന് അദ്ദേഹം പറയുണ്ടായി. he used to say that he became a very great person because of the God's sermon. ഗിരിപ്രഭാഷണം തന്നെ വളരെ ആകർഷിച്ചതായിട്ട് താൻ പറയുണ്ടായി. The Jesus Mount Sermon has attracted him. അതിലെ ഓരോ വരികളും തന്റെ ജീവിതത്തിന് വലിയ വ്യതിയാനം ഉണ്ടാക്കി. Every verse has changed his life. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അങ്ങനെ താൻ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാനിടയായി. He has written a book, The Message of Christ. ക്രിസ്തുവിന്റെ സന്ദേശം, The Message of Christ. അത് മുഴുവനും ഈ ഗിരിപ്രഭാഷണത്തെ ആധാരമാക്കിയിട്ടാണ്. It's all based upon the sermon upon the mountain. ഒരിക്കൽ ഗാന്ധിജി Once Gandhiji, തന്റെ ജീവിതത്തിൽ ആ സിംപ്ലിസിറ്റി വെളിപ്പെടുത്തി to show his simplicity in his life, തനിക്കറിയാം, തന്നെ ഉടുത്ത് തന്നെ വളരെ ഒരു ചെറിയ തോർത്തും ഒരു മറയ്ക്കുന്ന തോളയിലിടുന്നൊരു മുണ്ടും. he used to wear a small dhoti and a towel. താൻ ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോഴും അത് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. When he used to walk through the world, he used to wear only this dress. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ In the Buckingham Palace, ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ there was a big assembly there. ഇന്ത്യയെ പ്രതികരിച്ച് മഹാത്മാഗാന്ധിക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു. Gandhiji was representing India and was there. ഗാന്ധിജി ഈ തോർത്തും നേരിയത് വിട്ടുകൊണ്ട് Because with this dhoti and towel, ഈ വലിയ ഫംഗ്ഷന് ചെല്ലുമ്പോൾ he went to this big function. അവിടുത്തെ വാച്ച്മാൻ തടഞ്ഞു. And the watchman didn't allow him to come inside. ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നവർക്ക് ഇവിടെ പ്രവേശനമില്ല. You cannot come with this dress inside. സൂട്ടും കോട്ടും, You have to wear the suit and ഹാറ്റും coat. സ്റ്റിക്കും, And you need all the ties ടൈൽസ് ആൻഡ് സ്റ്റിക്സ്, and stick. ഇതെല്ലാം കൊണ്ട് വേണം ഇവിടെ പ്രവേശിക്കാൻ. You have to come with all these things. ഇത് ഞങ്ങളുടെ സിസ്റ്റവും കസ്റ്റവുമാണ്. This is our custom and system. അങ്ങനെ അദ്ദേഹത്തെ തടഞ്ഞു.
and he didn't allow him. അപ്പോൾ താനെ ഒരു കുറിപ്പ് എലിസബത്ത് രാജ്ഞി കൊടുത്തയച്ചു. And he has given a note to the Queen Elizabeth. എലിസബത്ത് രാജ്ഞിക്ക് ഒരു കുറിപ്പ് കൊടുത്തയച്ചു, ഞാൻ ഗാന്ധിജിയാണ്. He has given a note to Queen Elizabeth that I am Gandhiji. ഉടനെ അവർ സ്പെഷ്യൽ ആളുകളെ വിട്ടിട്ട് പറഞ്ഞു അദ്ദേഹത്തെ അകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. Suddenly the queen has sent some special people to bring him in. ഏറ്റവും ഫ്രണ്ടിലെ കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തി. And she asked him to sit in the front chair. ഗാന്ധിജി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ When he started to speak, തന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. there was a Bible in front of him. ആ ബൈബിൾ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, He shown the Bible and told, ഈ ബൈബിളിലെ ക്രിസ്തുവാണ് എന്നെ ഈ സിംപ്ലിസിറ്റി, ദാരിദ്ര്യം പഠിപ്പിച്ചത്. that Jesus in this Bible has taught me about this simplicity. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. I am very happy about that. അത് കേട്ട് സദസ്സെല്ലാം കരയുകയും സന്തോഷിക്കുകയും ചെയ്തു. The whole assembly was heard that and crying. യേശു ക്രിസ്തുവിന്റെ സിംപ്ലിസിറ്റി The simplicity of Jesus. ലോകം മുഴുവനും അംഗീകരിക്കേണ്ട ഘട്ടം വന്നിരിക്കുകയാണ്. The whole world has to agree that. എന്നാൽ അതിനെതിരായിട്ട് But against to that, തന്നെത്താൻ ഉയർത്തുന്ന ഒരു ശക്തി, there is a spirit which hides itself. അതാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. This is the spirit of Antichrist. അത് ആരംഭകാലത്തോട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. It is working from the beginning. ഇനിയും അത് പ്രവർത്തിക്കാൻ It പോവുകയാണ്. will work again as well. ഏതൊരു കഥയ്ക്കും അതിനൊരു അവസാനമുണ്ട്. For every story there is an end. ഏതൊരു ജനിച്ച മനുഷ്യനും അവന്റെ അവസാനമുണ്ട്. There is an end for every man born. ഇതുപോലെ ലോകത്തിനൊരു അവസാനമുണ്ട്. There is an end for the world as ഈ well. ഭരണത്തിനൊരു അവസാനമുണ്ട്. There is a reign, end for this reign. ഇന്നത്തെ ഈ വിക്കറ്റ് ലോകത്തിന് അല്ലെങ്കിൽ ദുഷ്ടത ലോകത്തിന് ഒരു അവസാനമുണ്ട്. There is an end for this wicked world. എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നതാണ് പത്രോസ് പറയുന്നത്. The end of everything is at nigh. എന്ന് പത്രോസ് ലേഖനത്തിലുണ്ട്. It is written in the epistle to എന്നാൽ Peter. ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ അവസാനം? How it will be the end? നമുക്ക് ഒരുപക്ഷെ ഒരു ഭാഗ്യം കിട്ടിയത്, We can have the blessing. നമ്മുടെ മുൻപ് എത്രയോ മനുഷ്യർ ഇവിടുന്ന് കടന്നുപോയി. Many people have passed by in front of ഇതിന്റെ us. എൻഡ് കാണാതെ, ഇത് അവസാനം കാണാതെ They couldn't see the end of this. എത്രയോ മനുഷ്യർ കടന്നുപോയി. Many people passed by. എന്നാൽ ദൈവം നമ്മെ ലാസ്റ്റ് ജനറേഷൻ ആയിട്ട് നമ്മളെ വെച്ചിരിക്കുകയാണ്. God has kept us as a last generation. ഇതിന്റെ അവസാനം കാണുവാൻ തക്കവണ്ണം ദൈവമേ ആക്കി വെച്ചിരിക്കുകയാണ്. God has kept us to see the end of these things. എന്നാൽ ഏതൊരു മാച്ചിങ്ങിന്റെയും Like in every match, ഇംഗ്ലീഷുകാർ പറയും, like English people ലൈഫ് used to say, ഇസ് എ ഗെയിം ഓഫ് ലക്ക്. life is a game of luck. ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യപരീക്ഷണം അല്ലെങ്കിൽ അവസാനം അതൊരു ഭാഗ്യമായി മാറുകയാണ്. Life is a game of luck. അതൊരു ലക്കിൻ്റെ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ കളിയായി മാറുകയാണ്. It is a game of a fortune. എല്ലാവരും അങ്ങനെ അല്ലല്ലോ. Not everybody is ഏതൊരു like മാച്ചിങ് നടക്കുമ്പോഴും when there was a match is going ഒരു on. കൂട്ടർ വളരെ സന്തോഷിക്കും, ഒരു കൂട്ടർ ദുഃഖിച്ചു പോകുന്നവരായിട്ട് കാണാൻ കഴിയും. One people used to be joyful and other people used to അപ്പോൾ be നമ്മുടെ worried. ഈ ലോക മാച്ചിങ്ങിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. We are coming to the end of this match. എന്തുവാ നടക്കാൻ പോകുന്ന പലർക്കും അറിയത്തില്ല. Nobody knows what is going to happen. ഇത് നമുക്ക് ലോകം വളരെ പുരോഗമിച്ചൊരു കാലമാണ്. Now the world has improved a lot. വളരെ പുരോഗമിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളും The digital world ഇപ്പോഴത്തെ ക്യാമറകളും and the cameras of the today's world. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ When we look at everything, ഇതൊക്കെയോ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച പോലെ മനുഷ്യൻ കാണുകയാണ്. lot of great invention has man had പക്ഷേ invented. മനുഷ്യനെ അരിഷ്ടാവസ്ഥ കൂടിക്കൊണ്ടിരിക്കും, മിസറബിൾ കണ്ടീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. The miserable condition of the man is also increasing. ആത്മഹത്യയും കൊലപാതകവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. And the suicide and the murderers also increasing. അരാജകത്വം അരിഷ്ടാവസ്ഥ നിറയുന്ന ഒരു കാലം. There is a wickedness also ഇപ്പൊ increasing. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് Because of the invention of the man, ഈ ഇന്റലിജൻസ് ക്യാമറ കൊണ്ടൊന്നും മനുഷ്യൻ പുരോഗമിക്കുന്നതായിട്ട് കാണുന്നില്ല. man is not improving by this camera. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു, We have seen recently, മനുഷ്യനെ ഒരു പ്രത്യേകമായ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ കൂടെ ഒരു മിഷനിലേക്ക് കയറ്റിയാണ്. the man is being under a computer system. അവനെ അങ്ങനെ കുമിളിയിൽ നിന്ന് കയറ്റി കിടത്തിയാൽ When he was lying down in that place, അതേപോലൊരു മിഷൻ ന്യൂയോർക്കിലുണ്ട്. there is another mission of the third mission in the another place. ഇവിടെ ഈ മിഷനിൽ കിടത്തിരിക്കുന്ന മനുഷ്യനെ അവിടെ ഉയർപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. The person who is lied in this part of mission can be raised in the other part of the എലോൺ mission. മസ്ക് മുതലുള്ളതായ ആളുകൾ വളരെ പരിശ്രമം ചെയ്യുന്നുണ്ട്. The people are trying like Elon എന്നാൽ Musk. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? What is the secret behind this? ദൈവത്തോടുള്ള വെല്ലുവിളിയാണ്. It is a challenge against the God. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ഞങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കും. God has created man so that we are also creating. ക്രിസ്ത്യാനികൾ കർത്താവിന്റെ വരെ രൂപാന്തരപ്പെടുമെന്നുള്ള സന്ദേശം ലോകം മുഴുവനും അറിയാം. The all peoples know that Christians will be transformed with the coming അതുപോലെ of the Jesus. രൂപാന്തരപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതായ കണ്ടുപിടുത്തമാണ് അവർ പറയുന്നത്. This is invention that we also can transform peoples like നമുക്ക് God. ഇതെല്ലാം പ്രൊപ്പഗാന്തകളാണ് അധികം വരാൻ പോകുന്നത്. There's a lot of propaganda. ഇത് രാഷ്ട്രീയ നേതാക്കന്മാര്, Like political leaders, മത നേതാക്കന്മാര്, like religious എല്ലാം leaders. വ്യാജത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. There is a spirit of deceiving upon everyone. സത്യം പറയുന്നവർ വളരെ ചുരുക്കം, The peoples with telling truth is very സത്യത്തെ less. പിൻപറ്റുന്നവർ വളരെ The ചുരുക്കം. peoples following truth is very പലർക്കും less. സത്യം വേണ്ട. Many people don't want the truth. എന്താ കാരണം? What is the reason? വേദപുസ്തകം പറയുന്നു, The word of God says അധർമ്മത്തിന്റെ മർമ്മം വ്യാപിക്കുന്നു. the mystery of iniquity is spreading. അതിന്റെ അധർമ്മത്തിന്റെ മർമ്മം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Mystery of iniquity is spreading everywhere. പക്ഷെ അധർമ്മമൂർത്തി വെളിപ്പെട്ടില്ല. But the man of evil has not ഇനി appeared. അധർമ്മമൂർത്തി വെളിപ്പെടേണ്ടത് ആവശ്യം. When the man of evil appears, ആരാണ് ഈ അധർമ്മമൂർത്തി? who is the man of evil? എല്ലാ അധർമ്മത്തിന്റെയും
for all the evil. എല്ലാ അധർമ്മത്തിൻ്റെ മൂർത്തിയായ ഒരു പ്രതിപക്ഷനായിട്ട് ഒരാൾ വരേണ്ടി വരും. He is a leader of all the evil. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുമ്പോൾ But when we read about Jesus Christ, 40-ാം സങ്കീർത്തനം നമ്മൾ in വായിക്കുമ്പോൾ 40th Psalms we read, അതിന് 8-ാം വാക്യം തോന്നുന്നു, ഇതാ പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് in എഴുതിയിരിക്കുന്നു. the volume of the book written about me. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ Hebrew 1:1, ദൈവം പണ്ട് ഭാഗമായും the Lord in the old days, വിവിധമായും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. God has revealed to the man. കാലസമ്പൂർണതയിൽ In the time upon സ്ത്രീയൻ സന്തതിയായ യേശു ക്രിസ്തു അവതരിച്ചു. Jesus Christ came, യേശു ക്രിസ്തു വെളിപ്പെട്ടു. Jesus Christ came as a son of the woman. അപ്പോൾ അതിനു മുൻപായിട്ട് Before that, യേശു തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ, Jesus himself told once, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. it is written in the volume of the book ആദ്യത്തെ about me. പുസ്തകമായ മോശയുടെ പഞ്ചഗ്രന്ഥിയിലും In the first book, പഞ്ചഗ്രന്ഥത്തിലും in the 5 books of Moses, അതിനുശേഷം സങ്കീർത്തനങ്ങളിലും afterwards in the Psalms, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും in the books of prophecies, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. it's all written about me. ആ എഴുതിയ വചനം These verses, അതാണ് ജഡമായി മാറി ക്രിസ്തുവായി മാറി. that words become the flesh and the flesh become അത് the Christ. നന്മയുടെയും ദൈവികത്തിന്റെയും പ്രതിപുരുഷൻ മൂർത്തിയായിട്ട് വെളിപ്പെട്ടു. He came as a divine person, Divine and goodness. divine and goodness. അപ്പോൾ അതിന്റെ പ്രതിപുരുഷനായിട്ട് യേശു വെളിപ്പെട്ടു. He came resembling അപ്പോൾ the goodness. ഇതുപോലെ Likewise, ഇനി അധർമ്മത്തിന്റെ മൂർത്തി വരണം. and the person of the evil has to come. കാരണം ഇതുവരെ സ്പിരിറ്റിന്റെ വർക്കുകളാണ്. All these are the spirit of work. സ്പിരിറ്റുകളെ എങ്ങനെ ന്യായം വിധിക്കും? How we can judge a spirit? അപ്പോൾ അതിനൊരു ബോഡി വേണം. It needs a body. അതുകൊണ്ടാണ് ഈ അധർമ്മം ഒരു ബോഡിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. That's why this evil has to enter into your body. ഇത് അങ്ങനെയുള്ളതായ ഒരുപാട് പദ്ധതികളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. A lot of plans we can see today. അന്യ ഗ്രഹങ്ങളിലുള്ള ജീവികളെ The living creatures of the other planet മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആവസിപ്പിക്കുക, is coming into the body of the man. എന്നിട്ട് അസാധാരണമായ കാര്യങ്ങളെ അവനെ കൊണ്ട് ചെയ്യിക്കുക. സൂപ്പർമാൻ. So he created the man as Superman. അങ്ങനെയാണല്ലോ ഇപ്പോൾ അരുണാചലിൽ പോയി 3 പേര് മരിച്ചത്. And the people went to Arunachal and they died, 3 people. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 3 കുടുംബത്തിൽ 3 പേരെ കൊന്നില്ലേ, വെട്ടിക്കൊന്നില്ലേ. One person in Trivandrum has killed 3 people in his family. ഇതൊന്നും സക്സസ്ഫുൾ അല്ല. This is not a successful thing. പക്ഷേ ഇതെല്ലാം ദൈവത്തോടുള്ള മത്സരമാണ്. These are all rebellion against the God. എന്നാലും But അധർമ്മമൂർത്തി വരുമ്പോൾ when the man of evil comes, സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? what is going to happen? ഇപ്പോൾ നടക്കുന്ന ഈ സംഭവിക്കാൻ പോകുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം, The war between the Iran and Israel, ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. everybody is watching carefully. ഇന്നല്ലെങ്കിൽ നാളെ ആ യുദ്ധം നടന്നേ പറ്റൂ. Today or tomorrow it has to happen. ഒരുപക്ഷെ നാളെ ഇതിന് ഒരു തടസ്സം വന്നേക്കാം. Tomorrow there might be some എന്നാലും hindrance. ഇതിന്റെ യുദ്ധം നടന്നേ പറ്റൂ. But this war has to കാരണം come. ദൈവത്തിന്റെ വചനത്തിൽ ഇതെല്ലാം മുൻകൂട്ടി എഴുതിയിട്ടുണ്ട്. In the word of God it is written. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം In വായിക്കുമ്പോൾ the book of Daniel 2:44, നമുക്കറിയാം, ആദ്യമായിട്ട് ലോക ചരിത്ര സാമ്രാജ്യങ്ങളെ കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തിയ പുസ്തകമാണ് ദാനിയേൽ. the book of Daniel explains the history of the kingdom of the world. അപ്പോൾ അതിന്റെ 2-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ In the 2:44 we read, വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. നോക്കട്ടെ, എന്നേക്കും നിലനിൽക്കുന്ന ഒരു നിത്യരാജ്യത്വം, there is eternal kingdom. അപ്പോൾ അത് സ്ഥാപിക്കാൻ പോവുകയാണ്. It has to be established. നമുക്കറിയാം, തിരുവനന്തപുരത്തിൽ വായിക്കുമ്പോൾ When we read in the word of God, ഹബക്കൂക്കിന്റെ പുസ്തകത്തിലും in the Habakkuk book, എബ്രായ ലേഖനത്തിലും വായിക്കുമ്പോൾ and the Hebrews, എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഇളക്കം തട്ടാൻ പോവുകയാണ്. every nations are going to be shaken. All the kingdoms shall be shaken, All the except the kingdom of God. except the kingdom of the God, all the, ദൈവരാജ്യം ഒഴികെ ബാക്കിയെല്ലാം ഇളകേണ്ടത് ആവശ്യമാണ്. except the kingdom of the God, all the kingdom has to be കാരണം shaken. ദൈവരാജ്യമാണ് ദൈവത്താൽ സ്ഥാപിച്ചത്. Only the kingdom of the God is അപ്പോൾ established ഈ by God. ലോകം ഇപ്പോൾ ഏതാണ്? What is this today's world? ഇത് ദുഷ്ടന്റെ രാജ്യമാണ്. This is the world of evil person. ഒരിക്കൽ യേശുവിനോട് തന്നെ പിശാച് പറഞ്ഞു, When Satan told Jesus, ഇത് എന്റെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. the God has given this to me. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ If you worship me, ഇതെല്ലാം ഞാൻ നിനക്ക് I തരാം. will give it to you. കാരണം അന്ന് പിശാചിന്റെ അധീനതയിൽ വന്നു. That time the Satan has the authority കാരണം ഭൂമി മനുഷ്യന് കൊടുത്തിരുന്നതാണ്. because the earth is given to the man. മനുഷ്യന് നൽകിയ ഭൂമി, The man അതിന്റെ അവകാശിയായ മനുഷ്യൻ who is the authority of this world, സാത്താൻ എന്ത് ചെയ്തു? അവനെ തന്ത്രപരമായി ജയിച്ചു. he overcome him by deceiving him. നമുക്കറിയാം, ലോകത്തിൽ അങ്ങനെ ഒരുപാട് ചതിവ് നടക്കുന്ന കാണുന്നുണ്ട്. We can see many deceivings in this world. മഹാനായ ജൂലിയസ് സീസർ And the Julius Caesar വളരെ ശ്രേഷ്ഠനായ ഒരു was മനുഷ്യനായിരുന്നു. a great person. റോമ സാമ്രാജ്യം കണ്ടതിൽ In the Roman emperorship, വലിയ ശ്രേഷ്ഠനായ ഒരു he was മനുഷ്യനായിരുന്നു. a very great person. പക്ഷെ തൻ്റെ ആ വ്യക്തിത്വത്തെയും തൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കി By understanding his importance, പാരമ്പര്യമായി തുടർന്നുകൊണ്ടിരുന്ന സെനറ്റുകാർക്ക് മനസ്സിലായി, ഇവൻ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രക്ഷയില്ല. the Senate people understood if he is there, we cannot stay. അതിന് അവൻ്റെ മേൽ കള്ളക്കഥ അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി He made some false story against him. ക്ലിയോപാട്രയുടെ വിഷയമൊക്കെ കൊണ്ടുവന്നിട്ട് അവനെ കുത്തി കൊല്ലുകയായിരുന്നു. One day they have killed him and stabbed him.
അങ്ങനെ എത്രയോ പേര് And many people, ലോകത്തിൽ എത്രയോ സോക്രട്ടീസിനെ നോക്കി Socrates, നല്ല തത്വചിന്തകളെല്ലാം പറഞ്ഞ് he was a very philosophical leader. എത്രയോ നല്ല കാര്യങ്ങൾ ദൈവികമായ രീതിയിലുള്ള തത്വങ്ങളെ പ്രചരിപ്പിച്ച He has produced many philosophies. സോക്രട്ടീസിനെ അവരെന്ത് ചെയ്തു? Socrates, what he has done, അവർ പ്രത്യേകമായ ഒരു പോയിസൺ കൊടുത്തവരെ കൊല്ലുകയായിരുന്നു. and he has given a poison and killed him. അപ്പൊ ഇങ്ങനെ ലോകത്തിൽ In this ഈ world, ദുഷ്ടത നിലനിർത്താൻ വേണ്ടി to maintain this wickedness, സാത്താൻ തന്റെ പ്രവൃത്തി എപ്പോഴും ചെയ്യാറുണ്ട്. Satan is doing his work. അപ്പൊ നമ്മുടെ ഇലക്ഷൻ ടൈമല്ലേ, Yes, we see in the convention time. ഓരോരുത്തരും എങ്ങനെ തേജോവധം ചെയ്ത് അവരെ ഇല്ലാതാക്കണം എതിർകക്ഷികൾക്ക്. We can, the other parties used to kill the other ചാനൽ people. ചർച്ചകളൊക്കെ എന്തുമാത്രം കള്ളത്തരമാണ് ഇവർ പറയുന്നത്. Channel discussions, they are speaking a lot of ഇതിനെല്ലാം lies. ന്യായവിധിയില്ലേ? Is there a ഈ judgment for this? രാഷ്ട്രീയക്കാരെ ഒരു കാര്യം ഓർത്തോണം, The political leaders, you have to think one thing. ഇതിനെല്ലാം ന്യായം വിധിക്കുന്ന ഒരു സമയം There is a judgment time for all these things. കഥാവിന്റെ വാക്കുകൾ ഉവ്വ അല്ലെങ്കിൽ ഇല്ല, The God says your word should be yes or no. അതിലധികമായി ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. If it is more than that, it will be from the അത് wickedness. ദൈവമക്കൾ ഓർത്തോണം. Even the child of God should താൽക്കാലിക think ലാഭത്തിന് വേണ്ടി for the temporal benefits, അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടി, to put others down. നമ്മൾ ഉയർത്തി കെട്ടാൻ വേണ്ടി If we exalt us, നാം ചില വാക്കുകൾ എക്സ്ട്രാ ഉപയോഗിക്കുമ്പോൾ if we use some words more, അതെല്ലാം ന്യായവിധിക്ക് വേണ്ടി വരുമെന്ന് ഓർത്തോണം. it will come to the judgment. അങ്ങനെ ആദ്യം മനുഷ്യനെ വാർത്തയാൽ കുടുക്കി In the beginning, man has put down with the word. അവന്റെ മേൽ സാത്താൻ ആധിപത്യം കൊണ്ടു. Satan has made authority over അങ്ങനെ him. സാത്താന്റെ ആധിപത്യത്തിൽ വളർന്നു വന്ന രാജ്യമായി ലോകം. The world comes under the authority of the Satan. എന്നാൽ വീണ്ടും കർത്താവായ യേശു ലോകത്തിൽ വന്ന് When Jesus came again to the world, സാത്താന്റെ തലയെ തകർത്തുന്നതാണ്. he crushed the head of the Satan. സാത്താന്റെ തലയെ തകർക്കുന്ന പറഞ്ഞാൽ ഈ ആക്ഷരികമായ തലയല്ലല്ലോ, It is not literal കാരണം അവൻ ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല. because it didn't come in the flesh. അപ്പൊ അവൻ ആത്മാവിലാണ്. He is in the spirit. അതിന്റെ അർത്ഥം നോളേജ്, His ഈ knowledge, ലോകജ്ഞാനം. his knowledge of this world. ലോകജ്ഞാനമാണ് ദൈവത്തിന് ശത്രുത്വം. The knowledge of the world is enemy to God. ഇത് ലോകജ്ഞാനമല്ലേ എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നത്. The knowledge of the world is in അപ്പൊ front. ദൈവജ്ഞാനമെന്നും ലോകജ്ഞാനമെന്നും രണ്ട് കാര്യങ്ങളുണ്ട്. There's a wisdom of God, there's a wisdom of devil. ഇത് രണ്ടും തമ്മിലാണ് ഈ ഫൈറ്റിംഗ് There's a നടന്നുകൊണ്ടിരിക്കുന്നത്. fighting between these two ഇത് wisdoms. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, We know this കാരണം നാം ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചിരിക്കുന്നുണ്ട്. because we got the knowledge of the God. ഈ ലോകം കാണിക്കുന്ന എല്ലാത്തിനും പിന്നെ ലോകജ്ഞാനമാണ്. All these things behind, there is a wisdom of അതുകൊണ്ടാണ് the ഞാൻ Satan. പണ്ട് പറഞ്ഞ പോലെ നാറാണത്ത് ഭ്രാന്തന്റെ ആത്മാവാണ് There is ഇവന്മാർക്ക്. a spirit of a mad person. കണ്ടുപിടിച്ച് അങ്ങ് മേലോട്ട് കയറ്റും. They are inventing and they go high. ഇവന്മാർ തന്നെ ബോംബിട്ടും എല്ലാത്തിനും നശിപ്പിച്ചാണ്. ഇപ്പം ഉക്രൈനെ കാണിക്കുന്ന പോലെ, ഗാസയിൽ നടക്കുന്ന പോലെ, ഇനി ഇറാൻ ഇസ്രായേൽ നടക്കാൻ പോകുന്ന പോലെ അവർ തന്നെ നശിപ്പിക്കും. As in the war, all this will be destructed. അവർ കണ്ടുപിടിക്കുന്ന പ്ലെയിൻ തകർക്കുന്നു, They crush their own airplanes അവർ കണ്ടുപിടിച്ച കപ്പൽ തകർക്കുന്നു, and they wreck their ships. ഓരോ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു കളയല്ലേ. The buildings they are destroying. ഇവരൊക്കെ പ്രാന്തെന്ന് പറയുന്നതല്ല ഇങ്ങനത്തെ ഇത്. These are the mad peoples. നാറാണത്ത് പ്രാന്തന്റെ ആത്മാവെന്ന് പോലെ The spirit of the mad അവർ Narayan. കഷ്ടപ്പെട്ട് കല്ലുരുട്ടി മലയുടെ മേലെ കൊണ്ടു, He put the stone upon the mountain എന്നിട്ട് അത് ഉരുട്ടി താഴെ ഇടുമ്പോൾ ഹാ എന്ന് പറഞ്ഞിരിക്കും. and he put the stone back and he laughed. ഈ പ്രാന്തന്റെ ആത്മാവാണ് പിശാച്. This is the spirit of madness, is ഇതാണ് the ഇന്നത്തെ devil. പല നേതാക്കന്മാരുടെ അകത്ത് കയറിയിരിക്കുന്നത്. Many leaders has this spirit. ഇതാണ് ആധുനികമായ ശാസ്ത്രം അല്ലെങ്കിൽ പലതും വെളിപ്പെടുത്തിക്കുന്നത്. Even the modern science shows this. ശാസ്ത്രം നല്ല തന്നെയാണ്, The science is good, പക്ഷെ അത് മനുഷ്യൻ തെറ്റായിട്ട് കൊണ്ടുവരുമ്പോൾ, but the man brings us to the evil. സാത്താൻ വ്യാപരിച്ച മനുഷ്യൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ When the man authority by the Satan ഏറ്റവും has doing അപകടമായി this, തിരികെയാണ്. it became a danger. ഏറ്റവും അപകടമായി തിരികെയാണ്. It became a big danger. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അപ്പോൾ ഇനി അവൻ അന്ന് അത് മൂർച്ചയായിട്ട് വന്നിട്ടില്ല. He didn't come as a man of evil. യേശുവിനെ പരീക്ഷിച്ച മുതൽ സ്പിരിറ്റിലായിരുന്നു. When he tempted Jesus, it was the spirit. മരുഭൂമിയിൽ വെച്ച് യേശുവിനെ പരീക്ഷിച്ചത് സ്പിരിറ്റിലാണ്. He tempted in the wilderness Jesus in the കാൽവരി spirit ക്രൂശിൽ form. കിടക്കുമ്പോഴും ഈ സ്പിരിറ്റ് അവനോട് പോരാടി. When he was in the cross, this spirit has fight പക്ഷേ against യേശു him. തന്റെ ജ്ഞാനത്താൽ, Because of his wisdom, Jesus, സഭാപ്രസംഗത്തിൽ വായിക്കുമ്പോൾ, in the Ecclesiastes we read, ജ്ഞാനി ആയ ഒരു മനുഷ്യൻ ആ പട്ടണത്തിൽ ജീവിച്ചിരുന്നു. a wise man was living in the town. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചതാണ്. Because of his wisdom, he rescued the town. അപ്പോൾ ആ വിസ്ഡമാണ് ക്രിസ്തു, This wisdom is Christ. ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു. He is the wisdom of അപ്പോൾ God. ഇന്നും ഈ രണ്ട് ജ്ഞാനമാണ് നമ്മളെ തകർക്കുന്ന പണിയും ചെയ്യുന്നത്. And these two wisdoms are breaking and building us. ലോകജ്ഞാനം തമ്മിൽ കയറുമ്പോൾ When this world knowledge came in ലോകത്തിന്റെ us, മോഹങ്ങൾ നമ്മൾ അധികമായിട്ടുണ്ടാകും. and the lust come in us, അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. and it will go bring us to destruction. ദൈവജ്ഞാനം വരുമ്പോൾ But the wisdom of God enters ദൈവിക us. സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. It will bring us, lead us to the divine ഇതുകൊണ്ടാണ് nature. ക്രിസ്ത്യാനിത്വത്തിന്റെ സത്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ When we show the Christianity, values of the ഇന്ന് Christianity, ലോകം അതിന് തടസ്സമാണ്. and this world is against to that. പണ്ട് ഇത്രയില്ലായിരുന്നു. Earlier it was not like this. കാരണം എന്താ? What is the reason? അന്ന് സാത്താന്റെ വ്യാപാര ശക്തി വളരെ കുറവായിരുന്നു. The spirit of the Satan was very less ഇപ്പോൾ that അതിന്റെ time. ഫൈനലിലേക്ക് Now വന്നുകൊണ്ടിരിക്കുകയാണ്. it's coming to the final end. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചപ്പോൾ That's why we read, ഈ രാജാക്കന്മാരുടെ കാലത്ത്, in the time of these kingdoms, ഏതാണ് ഈ രാജാക്കന്മാർ? who are the kings? രണ്ടാം അധ്യായത്തിൽ In the 8th chapter, രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിരുന്ന there is a big king, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്തിൽ the Nebuchadnezzar, who is the king of ദൈവം Babylon. ഒരു ദർശനം കാണിച്ചു God കൊടുത്തു. has given him a vision. ആ ഒരു വലിയ ബിംബം,
There was a big statue. അതിന്റെ തല സ്വർണം, The head is നെഞ്ച് gold വെള്ളി, and the chest is silver, അരയെല്ലാം താമ്രം, and there's a bronze in the groins, അതിന് താഴോട്ട് ഇത് ഇരുമ്പും കളിമണ്ണും. and there is iron and mud afterwards, പിന്നീട് ഇരുമ്പും അതിനുശേഷം ഇരുമ്പും കളിമണ്ണും. and there is a clay and iron in the legs. ഇത് ദാനിയേൽ മൂലമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. And God shown this vision through ഇനി Daniel. വരാൻ പോകുന്ന 4 സാമ്രാജ്യങ്ങളാണ്. There are 4 kingdoms. ഇത് BC 606 നടക്കുന്ന സംഭവമാണ്. It's going to happen in BC അപ്പോൾ ആ 606. കാലങ്ങളിൽ ബാബിലോൺ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലമാണ്. The time there was a Babylonian kingdom. ഇതൊന്നും ബൈബിളിൽ മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. It's not only in the Bible. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ All the things written in the Bible, ഇന്ന് ലോകത്തിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളുണ്ട്. it's all there in the history books. ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ട്, And the history in Israel, അതുപോലെ തന്നെ പാലസ്തീൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുണ്ട്. the another countries' history books. അമേരിക്ക, ഇംഗ്ലണ്ട് അവരുടെ മ്യൂസിയത്തിൽ ഇരിക്കുന്ന, ലൈബ്രറിയിൽ ഇരിക്കുന്ന ബ്രിട്ടാനിയയിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. In American and Britain encyclopedias shows this. ഇത് പല PG പഠിക്കുന്ന പലയിടത്തും അത് പഠിപ്പിക്കുന്നുണ്ട്. The people who is studying for PG studying this. അവിടെ എല്ലാം വേൾഡ് ഹിസ്റ്ററി ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. They are teaching this as a world history. അപ്പോൾ ബൈബിൾ ഒരിക്കലും കെട്ടുകഥയല്ല. Bible is not a fake ഓരോ story. കാലഘട്ടങ്ങളിൽ നടന്ന സത്യങ്ങളുടെ ചരിത്രങ്ങൾ ആവിഷ്കരണം മാത്രമാണ്. It is a history happened in any ages. അപ്പോൾ ദാനിയേൽ കാണിച്ചു കൊടുക്കുന്ന സാമ്രാജ്യം, So the kingdom shown to ഇനി Daniel, വരാൻ പോകുന്ന സാമ്രാജ്യത്തെ കുറിച്ചാണ് it പറഞ്ഞത്. is yet to come. ലോകത്തിൽ 7 സാമ്രാജ്യങ്ങളാണ് നിലവിൽ വരുന്നത്. There are 7 kingdoms for this world. ആദ്യമായിട്ട് ലോകത്തിൽ വന്നത് The first one is നിമ്രോദ് ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും when the Nimrod started to bring a kingdom, ആ സാമ്രാജ്യം തുടക്കത്തിലെ തകർന്നുപോയി. the God has broken it in the beginning. അവിടെ വെച്ചാണ് അതിന് കലക്കത്തിന്റെ ആത്മാവ് ഉണ്ടായതിന് ബാബേൽ എന്നുള്ള പേര്. They given the name Babel. ബാബേൽ എന്ന് പറഞ്ഞാൽ കലക്കത്തിന്റെ ആത്മാവ്, It is a spirit of desolation. ബേൽ എന്ന് പറഞ്ഞാൽ പിശാച്. That is spirit. ബാബേൽ കലക്കുന്ന പിശാച്. Babel. അപ്പോൾ പിശാച് എന്ന് പറയുന്നത് കലക്കുന്നവനാണ്. The Satan who makes the stripes. അതുകൊണ്ടാണ് വല്ല കയ്പുള്ള വേരും മുളച്ച് അതിനാൽ അനേകർ മലിനപ്പെടുകയും കലക്കമുണ്ടാക്കുകയും ചെയ്തു. If there is a root of bitterness comes and makes a അപ്പോൾ stripes ദൈവസഭയിൽ among us. പോലും വേലക്കാരിലും വിശ്വാസികളും ഈ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, The church of God also, if the spirit works in the lead workers, ഫെയ്ത്തോവരായാലും വിശ്വാസികളായാലും അല്ലെങ്കിൽ എവിടെയായാലും even the faith home or in the house of ഈ the believers, ആത്മാവിനെ അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ കലക്കമുണ്ട്. if you അതാണ് allow the ബാബേൽ. spirit, there will be stripes. അപ്പോൾ അവന്റെ സാമ്രാജ്യ തുടക്കം തന്നെ ദൈവം കട്ട് ചെയ്തു. The God has cut in the beginning of that kingdom. എന്നാൽ അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടുണ്ടായതാണ് മോശയുടെ കാലം ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സാമ്രാജ്യം. After that, there is a Egyptian kingdom. അത് BC 1500 കാലയളവിലൊക്കെ നിലനിന്നു. It is BC 1500 it was stayed there. 1500 മുതൽ 1000 വരെയൊക്കെ ആ സാമ്രാജ്യം കുറെ നാൾ നിന്നിരുന്നു. It was there from 1500 BC to 1000. പിന്നീട് BC 700 കാലയളവിൽ In the BC 700, അസീറിയൻ സാമ്രാജ്യം, there was an Assyrian സിറിയ kingdom. സിറിയ Syria. സിറിയ നമുക്കറിയാം. We know Syria. അബ്രഹാമിന്റെ Abraham's, അപ്പന്റെ സഹോദരനായ നാഹോറൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. the Nahor who stayed there. നാഹോർ എല്ലാം പോയി താമസിച്ച സ്ഥലമാണ് ഈ സിറിയ ദേശം എന്ന് So പറയുന്നത്. Syria is the place where Nahor stayed. അപ്പൊ സിറിയ ഒരു വിധത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള സ്ഥലം കൂടിയാണ്. Syria is under the vision of the God. കാരണം എന്താ, What is the reason? അവിടെ ഈ അബ്രഹാമിന്റെ കുടുംബക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. The family of the Abraham stayed there. അതുകൊണ്ടാണ് നിനവയ്ക്ക് പലപ്പോഴും നാശം ഉണ്ടാകുന്ന സമയത്തും When there's a destruction comes to Nineveh, ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. God has given a warning യോനായെ കൊണ്ട് നിനവെ നശിക്കാതിരിക്കാൻ with the Jonah to avoid the prevent that destruction. അവരോട് പ്രസംഗിച്ചു. He preached there. അപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ട് ഒരു മാനസാന്തരപ്പെട്ടു. When they hear the word of God, they repented. പിന്നീട് നമ്മൾ നോക്കുമ്പോഴേ Afterwards, we see എലീശയുടെ കാലത്തിൽ, in the time of Elisha, എലീശയുടെ കാലത്ത് വരുമ്പോൾ, in this time of Elijah, ഏലിയാവ് മരിക്കുന്നതിന് മുമ്പേ before the Elijah died, ദൈവം പറഞ്ഞു, നീ ഇപ്പൊ മരിക്കണ്ട, you are not going to die നീ now. ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. You have to do something. ഒന്നാമത് നീ അസീറിയയിലെ നിനവയിൽ അല്ലെങ്കിൽ അസായലിന് നീ രാജാവായി, ആരാമിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. You have to make this Asai, anoint Azai as a king. അസായലിലെ രാജാവായിട്ട് സിറിയയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യണം. You have to make him as a king of Syria. മറ്റത് ഇസ്രായേലിന് വേണ്ടി For Israel, യേഹൂവിനെ അഭിഷേകം ചെയ്യണം. you have to anoint Jehu. നിനക്ക് പകരം എലീശയെ അഭിഷേകം ചെയ്യണം. And you have to anoint Elisha instead of you. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, What we can see there, 2 രാജാക്കന്മാർ പുസ്തകത്തിൽ അവസാനം 19 വായിക്കുമ്പോൾ, 2 Kings 19 last we read, എന്തിനാണ് ഇവരെ അഭിഷേകം ചെയ്തത്? why they have been anointed. നോക്കണം, ഈ അധർമ്മികളായ മനുഷ്യർ, The wicked peoples, ദുഷ്ടന്മാര് these evil peoples, ഈ ഹസായലിനെ ദൈവം അഭിഷേകം ചെയ്തുകൊണ്ട് when the God anointed Azael, അവൻ പലരെ കൊല്ലും. he used to going to kill many ദുഷ്ടന്മാർ people. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. Because the evil peoples don't live. മാക്സിമം ദൈവം സമയം കൊടുക്കും. God will give some time. പിന്നെ രക്ഷയില്ലെന്ന് കണ്ടാൽ There is no save അവരെ time. പിന്നെ ജീവിപ്പിച്ചിട്ട് കാര്യമില്ല. There is no need to live. 119 സംഗീതത്തിന് 119 വായിക്കുമ്പോൾ 119th Psalms, 119th അവിടെ verse, എഴുതിയിരിക്കുന്നത്, what is written? ദുഷ്ടന്മാരെല്ലാം കീടം പോലെ നീക്കിക്കളയുന്ന. വായിച്ച് 119 കീടം They are like a നമുക്കറിയാം. dross.
ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയും. നോക്കണം, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും കീടത്തെ പോലെ നീക്കിക്കളയും. All the wicked peoples of the earth will be removed like a dross. വെളിച്ചെണ്ണയാട്ടി പാട്ടയ്ക്കകത്ത് ഒഴിച്ചാൽ We get the oil from the coconut, കുറെ കഴിയുമ്പോൾ കീടമെല്ലാം താഴെ വരും. we can see the sediment. പിന്നീട് അത് ഊറ്റി അത് ക്ലീൻ ചെയ്യും. After that, we pour this and we'll clean നമ്മൾ that. കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങയാണ്. And we bought it by putting money. അതുപോലെ നെൽകൃഷിയിലുള്ള കളകൾ, And we can see the weed. അങ്ങനെയെല്ലാം ആവശ്യമില്ലാത്തെല്ലാം ക്ലീൻ ചെയ്ത് കളയുന്നത് സ്വാഭാവികമാണ്. Many unwanted things should be cleaned. അപ്പോൾ ഈ ദുഷ്ടന്മാരെയും വെച്ചിട്ട് കാര്യമില്ല, കാരണം ഈ ദുഷ്ടത പെരുകത്തേ ഉള്ളൂ. Like the evil person are going to live. They അവരുടെ have to be clean. കാലാകാലങ്ങളിൽ ദുഷ്ടന്മാരുടെ മേൽ ന്യായവിധി വരുന്നതിന്റെ കാരണം That's why in every ages there's a judgment against evil അത് people. അസായേൽ ഇവരെ കൊല്ലും. The Azael will kill them. ആ വാക്യം അറിയാമോ? വായിച്ചോ. അസായേലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരെ To saved from Azael, യേഹൂ കൊല്ലും. Yehu will kill. ഇനി അവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ If any people saved from Yehu, അത് എലീശായുടെ വാളിനിരയായിത്തീരും. and they will killed by the sword of എലീശ Elijah. ദൈവത്തിന് പ്രതിനിധിയാണ്. Elijah is a representative of God. മനുഷ്യരോ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യൻ പോയാലും Even though the people saved from the hand of the അവൻ kings, തന്ത്രപരമായ സൂത്രത്തിലൊക്കെ ഉപയോഗിച്ച് by tricks and deceiving, എങ്ങനെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്നുണ്ട്. if they escape, പക്ഷെ അവസാനം ദൈവത്തിന്റെ വാളിനിരയാകും. finally they will be died of the sword of the God. ഇതാണ് ദൈവത്തിന്റെ കണ്ടോ വാക്യം. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. This is the plan of God. ഇത് തന്നെയാണ് അവസാന കാലം സംഭവിക്കാൻ. It's not going to happen in the end of the ഈ times. നിനവേ എന്ന് പറയുന്ന അസൂരിയ എന്ന് പറയുന്നത് This Nineveh or Assyria, രണ്ടാമത്തെ സാമ്രാജ്യമാണ്. this is a second kingdom. അതിനുശേഷമാണ് ബാബിലോൺ സാമ്രാജ്യം. Afterwards, the Babylonian kingdom. BC 600 വരെ അല്ലെങ്കിൽ 600 വരെ നിലനിന്നിരുന്നായ ബാബിലോൺ സാമ്രാജ്യം. It stayed until BC 600. ബെൽഷസ്സറിന്റെ കാലത്തിൽ In the Belshazzar time, ആ രാജ്യം പിരിച്ച് മേദ്യ പേർഷ്യയ്ക്ക് കൊടുത്തു. and there was a Media and Persia kingdoms. അതിനുശേഷം പേർഷ്യൻ രാജാവായ കോരസ് ശക്തിപ്പെട്ടു വരുന്നതായിട്ട് കാണാൻ കഴിയും. When the Cyrus of Persian kingdom, he becomes ഇതെല്ലാം strengthened. ലോക ചരിത്രവും ബൈബിളും ഒരുപോലെ പോകുന്നത് സത്യമാണ്. We can see it in the Bible as well as the history books of അതിനുശേഷം the world. അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയൻ ഗ്രീക്ക് സാമ്രാജ്യം നിലവിൽ വന്നു. And then the Greek kingdom came into place. BC 300 കാലയളവരൊക്കെ അത് നിലനിന്നിരുന്നു. BC 300, it was stayed there. അതിനുശേഷം Afterwards, പിന്നെ റോമൻ ഗവൺമെന്റ് ലോകത്തിലേക്ക് വന്നു. then there's a Roman government came to the world. നോക്കണം, റോമൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥയോടുകൂടി വന്നൊരു രാജ്യമാണ്. Roman government shows a democratic country. വിസ്താരം കൂടാതെ ആരെയും ന്യായം വിധിക്കാൻ പാടില്ല. They cannot judge any people. അങ്ങനെ പല ഗുണങ്ങൾ ആ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. There are many good things for that kingdom. അതുകൊണ്ടാണ് അതിന്റെ വ്യവസ്ഥകൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത്. That's why people are following their policies. അപ്പോൾ ഇങ്ങനെ പല 7 സാമ്രാജ്യങ്ങൾ ലോകത്തിൽ വന്നിരുന്നു. I mean, 7 kingdoms came into the world. പിന്നീട് കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യമുണ്ട്. Afterwards, British Empire. ആ കാലങ്ങൾ കഴിഞ്ഞ ശേഷം After that time, ഇവിടെ എന്താ പറയുന്നത്? what it's written here, ഇരുമ്പ് കളിമണ്ണ് ചേർന്നതായ there is a mixture of clay and iron. റോമൻ സാമ്രാജ്യത്തിന് ശേഷം After Roman emperorship, നോക്കണം, ഈസ്റ്റേൺ റോമെന്നും വെസ്റ്റേൺ റോമെന്നും പിരിഞ്ഞുപോയി. there's the east and west Rome. ആ കാലങ്ങളിൽ സഭ ശക്തിപ്പെട്ടു വരുന്ന സമയം At that time, the church becomes strengthened. ആത്മീയമായ സഭ ഒരു ഭാഗത്തും ജഡികമായ സഭ മറുഭാഗത്തും. The spiritual and the worldly churches. ഇങ്ങനെ ദൈവസഭ ഭൂമിയിൽ ഉണ്ടായിരുന്നു. And this church of God was there in the പിന്നീട് world. എത്രയോ ചെറിയ ചെറിയ സാമ്രാജ്യങ്ങൾ നമ്മൾ കണ്ടു. There are many kingdoms we can see. പെട്ടെന്ന് ഉണ്ടാകുന്നു, തകർന്നു പോകുന്നു. They started and they will perish. ഇതാണ് ജനാധിപത്യം. This is called democracy. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി After the British people came, ജനാധിപത്യ സാമ്രാജ്യ the ലോകത്തിലേക്ക്, democracy came into the world. ഡെമോക്രാസി. Democracy. ഒരാൾ അതിനെ വിവരിച്ചത് One people explained this ഡീമൺ ക്രൈസി എന്നാണ്. demon crazy. സത്യമല്ലേ? Is it true? ഇന്ന് യവന്മാർ രാജ്യഭാരത്ത് വരും, When they come to the reign, പിന്നെ ഒരു വ്യവസ്ഥ ഇല്ലാത്ത പോക്കാണ്. They'll go ഏത് കള്ളന്മാരോട് കൂട്ടിപിടിച്ച് കസേര നിലനിർത്തണം. for the throne they will go with any അപ്പൊ people. ശരിയായ ഡീമൺ ക്രൈസി വെളിപ്പെട്ടിരിക്കുന്ന ഈ കാലത്തിലാണ് Demon crazy is established in this time. എന്നാണ് ഒരു മഹാൻ പറഞ്ഞത്. Then there's one great person told. ഇത് നമ്മൾ കാണുമ്പോൾ കാണാൻ കഴിയുന്നത് മനുഷ്യ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം അല്ലേ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫ്രം ദ പീപ്പിൾ എന്നൊക്കെയാണ് പറയുന്നത്. It is പക്ഷേ said like പീപ്പിളിന് പ്രാധാന്യമാണ്. പീപ്പിൾ ഇന്ന് നട്ടം തിരിയുകയാണ്. The peoples are in distress now നമ്മൾ also. കേരളത്തിൽ പോലും കാണുന്നുണ്ട്. We can see it in Kerala also. പീപ്പിൾ ഇന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന The കാലമാണ്. peoples are in sorrow and distress. നേതാക്കന്മാർ വളരും, സമ്പാദിച്ച് സുഖിമാന്മാരായി മാറുന്ന കാലം. The leaders are getting more money and become riches. അപ്പൊ ഈ കാലങ്ങളിൽ ന്യായവതിയായത് അതിന്റെ അർത്ഥം In this time there is a judgment. ന്യായവതിയുടെ സമയം അടുത്തിരിക്കുന്നു. The judgment is going to come. അതുകൊണ്ടാണ് ഇരുമ്പും കളിമണ്ണും കലർന്ന ഈ കാലത്ത് 41 വായിച്ചേ, ദാനിയേലിന്റെ പുസ്തകം 2:41. Daniel 2:41. കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. ഭിന്ന രാജ്യത്വം.
It's a mixed nation. ഇന്നലെ BJP ആയിരിക്കും, ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, നാളെ കോൺഗ്രസ് ആയിരിക്കും, Tomorrow BJP, next day there will be Congress or something like that. നാളെ AIP ആയിരിക്കും, മറ്റത് അടുത്തത് VIP ആയിരിക്കും. There is another parties will come and go. എങ്ങനെയായാലും അവനവൻ്റെ കാര്യങ്ങൾ നടക്കണം. They will do their own benefit. തത്വസംഹിത അല്ലെങ്കിൽ ശരിയായിട്ടുള്ളതായ പോളിസി ഇല്ല. There is no policy or philosophy behind them. അപ്പോൾ ഇത് തന്നെ നാശത്തിന്റെ അവസാനമാണ്. This is the start of the destruction. ഇങ്ങനെ ഈ രാജാക്കന്മാരുടെ ഈ ഡെമോക്രസി അല്ലെങ്കിൽ ഈ ജനാധിപത്യ കാലത്തിന്റെ അവസാനം, In the end of this democracy, ഇതെല്ലാം തകർന്നുകൊണ്ടേ പോകണം. it's going to be destroyed. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും തകർച്ചയിലേക്ക് പോവുകയാണ്. All the democratic countries are going to be in ഇന്ന് destruction. നിങ്ങൾ ശ്രദ്ധിച്ചേ, If you carefully എല്ലായിടത്തും ഒരു ഏകാധിപത്യ ശക്തിയാണ് വാഴുന്നത്. there is an authority is coming everywhere. റഷ്യ നോക്കുക, In Russia, മറ്റ് രാജ്യങ്ങളെല്ലാം നോക്കുക, in other countries, എല്ലായിടത്തും ഒരു ഏകാധിപത്യ ശക്തിയിലേക്ക് വരികയാണ്. we can see a power. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. The people like it. ഇന്ത്യയിൽ In India also, മോദി എന്ന മോദിജി എന്ന് പറഞ്ഞ വ്യക്തി പ്രഭാവം ഒരാൾ മാത്രമാണ് ഈ 10 വർഷത്തെ രാജ്യം നിലനിർത്തിയിരിക്കുന്നത്. the Modi ji maintained this country for 10 years. ഇപ്പൊ മോദിജി വയസ്സായി പോയി. Modi is aged now. ഇപ്പൊ അടുത്ത ലോകം നോക്കുന്നത് ആരെയാ? Who is world looking നിങ്ങൾ at? ഈ ഇലക്ഷൻ ഒന്നും അല്ല കാര്യം. There is no election at more. നിങ്ങൾ മണ്ടന്മാരെ പോലെ ഇലക്ട് ചെയ്തെങ്കിലും Even though you are putting votes, ഇതെല്ലാം അവിടെ തീരുമാനിക്കുന്നതല്ലേ. the God is, ദൈവത്തിന്റെ തീരുമാനം ഒന്ന്, there is a decision of the God, മറ്റൊന്ന് സാത്താനും തീരുമാനിക്കുന്നുണ്ട്. and Satan also decides that. അടുത്ത ഇപ്പൊ കുറച്ചുകൂടെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായ രാഹുലിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. And they are expecting Rahul, who is അല്ല, ഇത് younger and BJP energetic. കോൺഗ്രസും ഒന്നും അല്ല ഇതിന്റെ വിഷയം. It's not about the BJP or Congress. തങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഒരുത്തനെ വേണം. To do their will, they need a അത് person. അവർക്ക് കോൺഗ്രസോ BJP കമ്മ്യൂണിസ്റ്റോ അല്ല വിഷയം. Doesn't matter Congress, Communist or BJP. അത് മോദിജി എന്ന് പറഞ്ഞൊരു വ്യക്തിപ്രഭാവം വന്ന് തൻ്റെ ഏക അല്ലെങ്കിൽ സിംഗിൾ ആ പേഴ്സണാലിറ്റി ശക്തിയിൽ ഒരു രാജ്യം ഉണ്ടാക്കിയത്. There was a kingdom upon Modi ji, an individual person. ചിലപ്പോൾ അത് അടുത്ത ഒരാളുടെ കാലത്തുള്ള നിന്നു വരും. Maybe one more time he can stay. ചിലപ്പോൾ ഈ പ്രാവശ്യം തന്നെ തകരാൻ സാധ്യത. Otherwise it will finish by now. അപ്പോൾ വേറൊരാൾ വരും. Then another person will come. 28 പാർട്ടികൾ ഒന്നിച്ചു കൂടിയത് ഇന്ത്യ സഖ്യം. And India, it's a combination of 28 parties. ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തിൽ, In the time of Indira Gandhi, നമുക്കറിയാം. അതിനുശേഷം after that, രാജീവ് ഗാന്ധിയുടെ കാലത്തിന് ശേഷം, the time after the Rajiv Gandhi's period, ഇതുപോലെ കുറെ സമ്മിശ്ര സംഘടനകൾ ചേർന്ന രാജ്യം VP സിംഗിന്റെയും many parties has joined together. VP സിംഗ്, ചന്ദ്രശേഖർ മുതലായ കുറെ പാർട്ടികളെല്ലാം കൂടെ വന്നു. VP Singh, Chandrasekhar, there are a lot of parties അത് came. അധികാലം നിലനിന്നില്ല. Their leadership didn't stay. അപ്പൊ ചില ഉദ്ദേശങ്ങൾ നടത്തുക തീരുക. Some things they fulfill and ഇനി finish. ജനാധിപത്യത്തിന്റെ അവസാനത്തിൽ The end of this democracy, ഒരു ഏകല ഗവൺമെന്റ് ആണ് ഇനി പ്രതീക്ഷിക്കുന്നത്. there is a one world nation. കാരണം ഇതിന്റെ കാലം തീർന്നു. This time is over. അപ്പൊ അതാണ് ഇപ്പോൾ ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. The world is expecting for the one world nation. 43 വായിച്ച് 2:43. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. പുറമേ ഭയങ്കര ഐക്യം പറയുന്നില്ലേ? Externally they are very much united. കേന്ദ്രത്തിൽ ഒരു ഐക്യം പറയും. There is a unity in central. ഡൽഹിയിൽ ഒരു ഐക്യം പറഞ്ഞിട്ട് There is unity in central. 3 മണിക്കൂർ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമ്പോൾ അഭിപ്രായം മാറുകയാണ്. And when they come to Trivandrum after 3 hours, their stand changes. ഡൽഹിയിൽ കോൺഗ്രസ് നേതാവിനെ കെട്ടിപ്പിടിച്ച് And Delhi, they closely with the Congress leaders. ഒന്നിച്ച് ഐക്യപ്പെട്ടവര് They became united with the 3 Congress. മണിക്കൂർ കഴിഞ്ഞ് After 3 hours, തിരുവനന്തപുരം എയർപോർട്ട് വരുമ്പോൾ അവരുടെ പ്ലാൻ മാറുകയാണ്. when they come to Trivandrum airport, then the policy changes. ഇത് ഒരുപക്ഷെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയോ Even our chief minister in Kerala, അല്ലെങ്കിൽ മോദിജി ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. we cannot blame prime അവരൊക്കെ minister. ഇതിനകത്ത് കുറെ ആക്ടേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. They are just actors here. ഇതിന്റെ പിന്നിൽ ഡയറക്ടേഴ്സ് ഉണ്ട്. There are some directors behind that. ടെമ്പററി ഡയറക്ടറാണ് സാത്താൻ. The temporary director is Satan. പെർമനന്റ് ഡയറക്ടറാണ് ദൈവം. Permanent director is God. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് God planned, ഒരു പരിധി വരെ സാത്താനെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നുണ്ട്. to certain extent, God made the Satan to do. ദൈവത്തിന് സ്തോത്രം. Praise be to God. അത് വളരെ രസകരമായ ഒരു മാച്ചിങ് ആണ്. That is funny. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലം എന്ന് പറയുന്നത്, The time of these kings, നമുക്കറിയാം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 വായിക്കുമ്പോൾ Daniel 7:1-2, അവിടെ ഈ രാജ്യം ഉണ്ടാകുന്നതിന് 4 കാറ്റുകൾ പ്രവർത്തിക്കുന്നതായിട്ട് there കാണാം. are 4 winds to create this kingdom. 4 സാമ്രാജ്യം ഉണ്ടാകും. 4 കാറ്റ്, 4 വിൻസ് അല്ലെങ്കിൽ 4 കാറ്റുകൾ. There are 4 winds for this emperorship. 4 കാറ്റ് എന്ന് പറയുന്നത് 4 സ്പിരിറ്റ്സ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. 4 wind is 4 spirits. സ്പിരിറ്റിന്റെ വർക്കുകളാണ്. There's a works of the spirit. ഇപ്പൊ ഈ എത്രയോ കിലോമീറ്റർ ആണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അല്ലേ? From Kanyakumari until Kashmir, രാഹുൽ ഗാന്ധി നടന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. Rahul Gandhi is
is doing his work by walking. ഇന്നലെ നമ്മുടെ ആന്റണി AK സാർ പറയുന്നത് രാഹുലിന്റെ രണ്ട് കാലിന് മുട്ടിനും വേദനയായിരുന്നു. Rahul Gandhi's knee become pain. എന്നാലും പുള്ളി നടന്ന് ജയിച്ചു. Still he is walking and going. ജയിപ്പിക്കുന്ന ഒരു ആത്മാവ് ഇപ്പോൾ രാഹുലിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. A spirit which is going to get into the victory is behind മിക്കവാറും Rahul. രാഹുൽ വരാൻ സാധ്യതയുണ്ട്. That's why there's a chance Rahul can come. കാരണം ഈ രണ്ട് കാലം മുട്ടുവേദനയുള്ള രാഹുലിനെ ആരാണ് നടത്തി കാശ്മീരിൽ എത്തിച്ചത്? Who has brought this Rahul until Kashmir? അതാണ് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത്. That is the spirit. അപ്പൊ ഇതിന്റെ പിന്നാലെ Behind this, നമുക്ക് ഇത് കഴിയുമ്പോൾ കാണാം. we can see. ഇനി ആര് വന്നാലും Whoever comes, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു അദൃശ്യ ശക്തി, there is an invisible spirit behind all these things. 7-ന്റെ 1 വായിക്കുമ്പോൾ ആകാശത്ത് 4 കാറ്റ് സമുദ്രത്തിന് അടിക്കുന്നുണ്ട്. 7:1 we can read there are 4 winds. അത് 4 സാമ്രാജ്യങ്ങളാണ്. അതിന്റെ 17-ാം വാക്യത്തിൽ വായിച്ച് 7-ന്റെ 17 വായിച്ചു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കഴിഞ്ഞു. These kingdoms has been completed. ജനാധിപത്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. Now we come to the end of the ഈ democracy. രാജാക്കന്മാരുടെ കാലത്തിൽ In this time of the kings, എന്നേക്കും നിലനിൽക്കുന്ന ഒരു നിത്യരാജ്യത്വം, there is eternal kingdom. അതാണ് 1000 വർഷ ഭരണം ഭൂമിയിൽ വരാൻ പോവുകയാണ്. There's 1000 years reign is going to come ദൈവം this world. നേരിട്ട് ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. God is going to reign this ആ world directly. ഭരണത്തിന് മുൻപ് Before that millennial reign, ഇതെല്ലാം ഒന്ന് ഓർഡർ ശരിയാക്കി എടുക്കണം. everything has to be in correct order. ക്ലീൻ ചെയ്തെടുക്കണം. They have to be cleaned. നല്ല മനുഷ്യരെല്ലാം വീട് വാങ്ങിക്കുമ്പോഴേ, When we read, അല്ല ഒരു വീട് വാങ്ങിക്കുമ്പോഴേ when they buy a house, എന്ത് ചെയ്യും? what they will do? അതിന്റെ ആ വരുന്നവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വീടും പരിസരമെല്ലാം വൃത്തിയാക്കി, And they will clean the surroundings of the house. കൊട്ടാരക്കരയിൽ എനിക്കറിയാവുന്ന ഒരു അച്ചായനെ വീട് മാറി, അല്ലെങ്കിൽ അവരുടെ വീട് തന്നെയാണ്, ചില വർഷങ്ങൾ വീട്ടിലില്ലായിരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ When Achayan came back to his house in Kottarakara, ആ വീട് വീണ്ടും ഒന്ന് പുതുക്കാൻ 30 ലക്ഷം രൂപയാണ് വീട് പുതുക്കാനായിരുന്നു. he spent 30 lakhs to restore his house. അത് 1 കോടി രൂപയ്ക്ക് പണിത വീടാണ്. It is built for 1 ചില crore. വർഷങ്ങൾ താൻ ആബ്സെൻസ് ആയപ്പോൾ After absence of few അത് years, ഡിസോർഡർ ആയി. it becomes disorder. അപ്പോൾ പഴയ ചിലതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു, He put all those old things out. ചിലതെല്ലാം പുതിയതാക്കി, He made something വീടും new, പരിസരം വൃത്തിയാക്കി, and environment he cleaned, ഗാർഡൻ എല്ലാം പിടിപ്പിച്ചു. and he put a lot of ഞാനും പോയി settings. കണ്ടു. Now I have seen also. കാരണം അദ്ദേഹത്തിന്റെ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലെ In his critical stage, കണ്ണൂരിൽ വെച്ച് ഞങ്ങൾ ബന്ധപ്പെടാനിടയായി. we had a connection in Kannur. വളരെ തകർന്നൊരു കുടുംബ സമയത്തായിരുന്നു. He was broken that time very much. ദൈവം എന്നെ കൂടെ പറഞ്ഞ ആലോചന അവർ സ്വീകരിക്കുകയും ആ കുടുംബം ഇപ്പോൾ വളരെ രക്ഷപ്പെട്ട് സന്തോഷമായിരിക്കുകയും ചെയ്യുന്നു. Now they are happy. I have spoken to them. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുനരാവിഷ്കരണം, There is a restoration. വീണ്ടും നമ്മൾ അതിനെ റെസ്റ്റോർ ചെയ്യുമ്പോഴേ When it is restored again, ഇവിടെ പലതും നീങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. many things has to go out. രാജാതി രാജാവായ യേശു ഭൂമിയിലേക്ക് വരാൻ When പോവുകയാണ്. the King of Kings, Jesus is going to come to അവന്റെ the കൂടെ world. നമ്മളും വരും. And we also will come. വിശുദ്ധന്മാരും വരാൻ പോവുകയാണ്. Other saints also going to come. വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കുമ്പോൾ When the saints reign this world, അതിനേറ്റതായ ഒരു ശുദ്ധീകരണ ഭൂമി നടക്കേണ്ട ആവശ്യമാണ്. there is a cleansing needed in the ഇന്ന് world. പല മതങ്ങള്, Very പല religion, ജാതികള് many castes. നമ്മൾ കാണുന്നില്ല. കേരളം Kerala, പണ്ട് പ്രാന്താലയം എന്ന് പറഞ്ഞ് at the old time it was. വിദ്യാഭ്യാസം കൂടി Now the literature is insane. പണ്ട് ഇന്ത്യൻ ഡേ കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടികളെ The people sold ഇന്ത്യൻ ഡേ അങ്ങനെ പറഞ്ഞാൽ മതി. Indian dye. മലയാളം പറഞ്ഞ കോവണം. അത് പിന്നെ അത്രയും നമ്മൾ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇന്ത്യൻ ഡേ എന്ന് പറയുന്നത്. So they sold Indian അതായത് dye. പണ്ട് സായിപ്പ് ഇന്ത്യൻ ഡേ കഴുത്ത് കെട്ടും, സായിപ്പ് ഇന്ത്യൻ ഡേ കഴുത്ത് കെട്ടും. And the Westerners used to wear the tie and the neck. നമ്മുടെ കഴിഞ്ഞ കാല ആചാര്യന്മാർ താഴെ കെട്ടും. അതാണ് വ്യത്യാസം. രണ്ടും ടൈ ആകട്ടോ, രണ്ടും ടൈ തന്നെയാണ്. They wear the tie. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കന്നിനെ കൂടാൻ വരുന്നവരും ഈ ഇന്ത്യൻ ടൈ കെട്ടിക്കൊണ്ട് വരുന്നവരുണ്ടായിരുന്നു. In my childhood, people wear this and goes to the ഇപ്പൊ എല്ലാം farm. ഇപ്പം എന്ത് ചെയ്യുന്നു? Now what they do? 10ാം ക്ലാസ് തോറ്റ് They fail in കുസ്തിയും പിടിച്ച് ഇങ്ങനെ കള്ളത്തരവും നടന്ന് മാഫിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ സെയിൽ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന പുള്ളികളുണ്ട്. They are sales representatives now. അവന്റെ കോട്ട് സൂട്ടും ടൈ ഒക്കെ ഉണ്ട്. They wear the tie, coat and suit. അപ്പൊ എല്ലാം വ്യത്യാസമുണ്ട്. There's a difference. പക്ഷെ ആളുകൾ മാറുന്നില്ല. But the people are not കഴിഞ്ഞ changing. കാലങ്ങളെക്കാൾ ജാതി സ്പിരിറ്റ് കൂടുന്നു. There are a lot of spirit of casteism ഇലക്ഷൻ nowadays. വരുമ്പോൾ കാണുന്നില്ല. ഇലക്ഷൻ വരുമ്പോൾ ഓരോരുത്തരും ജാതി പറയുന്നില്ല. The election time they speak about the caste. ഇനി ഏതെങ്കിലും വാക്കി തെറ്റിയ ഉടനെ ഞങ്ങളുടെ ജാതിയെ പറഞ്ഞു വരുന്നില്ല. And then they will come up against this. ഇതിന്റെ കൂടെ നിൽക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും വരെ ഉണ്ട്. Some political leaders also begin this. ഇല്ലെങ്കിൽ ഏതെങ്കിലും അബദ്ധവശാൽ ഒരു വാക്ക് പറഞ്ഞു പോയെങ്കിൽ If we speak any word, അവനെ ക്രൂശിക്കാൻ മറ്റ് മതവിഭാഗങ്ങൾ വരികയാണ്. to crucify him, the religious ഞങ്ങളുടെ leaders മതത്തെ come. പറഞ്ഞു. He spoke about our religion. ഇസ്ലാം മതമാണെങ്കിലും ശരി, Even Islam, പിന്നെ ഹിന്ദു മതമാണെങ്കിലും ശരി, Hindu people, ക്രിസ്ത്യാനികളുടെ മതമാണെങ്കിലും ശരി, Christians, ഇതെല്ലാം മതവെറി, ഇതെല്ലാം പിന്നെ പിശാചാണ് they ചെയ്യുന്നത്. have the spirit of religion. അപ്പൊ ഇങ്ങനൊരു രാജ്യത്തെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. We cannot bring this kingdom forward. ഇങ്ങനെയുള്ള മതങ്ങളുള്ള രാജ്യം വേണ്ട. There is no need of a kingdom with a മനുഷ്യനും religion. ദൈവവും മതി. And there is only man and God. മനുഷ്യനും ദൈവവും, Man and God. ഇതിനിടയിൽ മതം വേണ്ട. There is no religion. മതങ്ങളെല്ലാം സാത്താൻ ഉണ്ടാക്കിയതാണ്. All religions are from the Satan, ക്രിസ്തീയ മതം ഉൾപ്പെടെ including Christian എല്ലാ religion. മതങ്ങളും ഉണ്ടാക്കിയ സാത്താൻ. Every religion is created by Satan. ദൈവം മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. God didn't create മതം religions. പിശാചാണ്. And the religion is Satan. അതുപോലെ
അതുപോലെ രാഷ്ട്രീയ ശക്തികളും പിശാചാണ്. And the powers of political parties also അതുകൊണ്ട് Satan. വീണ്ടും And again, മനുഷ്യനെ ദൈവം സംസ്കരിച്ചിട്ട് God is going to reform him. ദൈവവും മനുഷ്യനും, Only God and man, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും, and the man and God. ഇതിനോടൊക്കെയുള്ള എല്ലാ ബാരിയേഴ്സും നീക്കാൻ പോവുകയാണ്. All the barriers God going to remove. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. That's what going to happen. അപ്പോൾ ഇവിടെ ഈ രാജാക്കന്മാരുടെ കാലങ്ങളിൽ In the time of this kingdom, ദൈവം എന്ത് ചെയ്തു? വീണ്ടും ഒരു സാമ്രാജ്യത്തെ പതുക്കെഴുന്നേൽപ്പിച്ചു. God has raised in another kingdom. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ Revelation 13, 1-ാം വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ 1 onwards when we read, സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു. there's a beast from the sea came up. അല്ല, നമ്മൾ മുമ്പ് ഒരുപാട് വായിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ വായിക്കണ്ട. Many times we read that. ആ വരുന്ന സാമ്രാജ്യത്തിന് That kingdom, ദാനിയേൽ കണ്ട 7 സാമ്രാജ്യത്തിന്റെ ഘടനകളുണ്ട്. they have the characteristics of the Daniels in the 7 സിംഹം, kingdoms. സിംഹം. Is a lion. അസീറിയ രാജ്യത്തിന്റെ In Assyrian kingdom, പ്രധാനമായ ഒരു പോഷാണ് സിംഹം എന്ന് പറയുന്നത്. the important emblem is lion. അസീറിയ രാജാവ് എപ്പോഴും ഞാൻ സിംഹമാണെന്ന് എപ്പോഴും പ്രശംസിക്കുന്നു. Assyrian king used to say, I am a lion. അങ്ങനെ സിംഹവും സിംഹിയും And lion and lioness. അവരുടെ ഒരു പ്രധാന സംസാരമാണ്. It is a custom there. അങ്ങനെ വീണ്ടും അസീറിയൻ ശക്തികൾ ബലപ്പെടും. When these spirits of Assyria will be strengthened, ലോകത്തിൽ പിശാച് അവരെ ബലപ്പെടുത്തും. and the Satan will strengthen them. അങ്ങനെ ഒരു സാമ്രാജ്യം വീണ്ടും വരാൻ പോകുകയാണ്. That kind of kingdom is going to ആ come again. സാമ്രാജ്യത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് And the spirit working behind this kingdom, സാത്താനാണ്. Satan. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ The Revelation 12 we read, സാത്താൻ തന്റെ സിംഹാസനവും അധികാരവും മൃഗത്തിന് കൊടുക്കുന്നതാണ്. the Satan has given his throne and authority to the beast. ആ ഭാഗത്തേക്ക് അധികം പോകണ്ട. We don't need to go there. അപ്പൊ സാത്താൻ തന്റെ അധികാരവും സിംഹാസനവും കൊടുത്തു. Satan has given its authority and throne to the beast. അപ്പൊ ദൈവം അവനെ അനുവദിച്ചു. God allowed him. അവനാണ് ഇനി വരാൻ പോകുന്ന ഉഗ്രഭാവവും നയബുദ്ധിയുള്ളതായ ഒരു നേതാവ്. It is a leader going to come with a wise person. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്നത്. That's what we read in Revelation അപ്പൊ 13. ഈ നേതാവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരണമല്ലോ. To bring this leader into the world, അവനെ ലോകം അംഗീകരിക്കണ്ടേ? the world has to accept him. അതിലൊരു സൂഴ്നിലകൾ അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റൻസ്, ഒരു അന്തരീക്ഷം ഉണ്ടാകണം. They have to create a circumstances to receive അതാണ് him. ഈ ഇറാനും ഇസ്രായേലും നമ്മൾ യുദ്ധം നടക്കാൻ പോകും. This is the war between Israel and Israel. ഇതൊക്കെ ഇതിന്റെ പിന്നിലുള്ള നേതാക്കന്മാർ തന്നെ ആസൂത്രണം ചെയ്യുന്നതാണ്. All these political leaders behind this നമ്മളിതൊന്നും are planning this. വായിച്ച് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. We no need to be ഇവിടെ discomfort. തമ്പുരാൻ പറഞ്ഞതിനപ്പുറത്തൊന്നും നടക്കാൻ പോകുന്നില്ല. Nothing will go behind the God's ഞാൻ ഈ words. പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. You have to understand what I say. അടിക്കട്ടെ, ദുഷ്ടന്മാരെല്ലാം നശിച്ചു പോകാൻ പോകും. All the wickeds are going to be perished. അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാൻ We പോകുന്നില്ല. don't need to give much more എങ്ങനെയായിരിക്കും importance. ഇതിന്റെ സമാപ്തി? What is the end of this? അത് നമുക്ക് അറിയണമല്ലോ. We have to understand. ഇപ്പോൾ അവസാനമല്ലേ കേൾക്കാനില്ല. We need to understand the end. അവസാനം അറിഞ്ഞിരുന്നാൽ We know the end, നമുക്ക് സ്വസ്ഥതയോടെ പോവാം. then we can go ഞാൻ with എൻ്റെ peace. ചെറുപ്പത്തില് In my childhood, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും നോവലൊക്കെ വായിക്കുമായിരുന്നു. എല്ലാവരും വായിക്കും. all the people's family members are അപ്പനും അമ്മയും reading മക്കളും എല്ലാം novels. നോവൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. We used to read the novels in my family members. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡിറ്റക്റ്റീവ് നോവലാണ്. I used to read the detective novels. കോട്ടയം പുഷ്പനാഥിൻ്റെയും Kottayam Pushpanathan. ഇരുനാഥിൻ്റെയൊക്കെ പല ട്രാക്കുളയും പിന്നെ പാർലർ റോഡും അന്നത്തെ പുസ്തകമൊക്കെയാണത്. Many detective novels I used to read. I like this. ഇതെല്ലാം ഞാൻ വായിക്കും. I used to read this. ഞാൻ ചെറുപ്പമല്ലേ, My childhood, 8-9 വയസ്സേ ഉള്ളൂ. only 8 or 9 ഞാൻ years old. വായിക്കാൻ തുടങ്ങും, എൻ്റെ മുഖഭാവം മാറും. And then when I started reading, ഞാൻ വിറയ്ക്കാൻ തുടങ്ങും. then I started trembling. കാരണം എന്നെ സംഭവിക്കാൻ പോകുന്നു. What is going to happen? നമ്മുടെ നായകൻ ചിലപ്പോൾ ചത്തുപോകുന്ന വിചാരിക്കും. Maybe my hero might be died. അപ്പൊ ചേട്ടൻ വന്നിട്ട് നീ അതിന്റെ അവസാനം ആദ്യം വായിക്കാൻ പറയും. Suddenly my elder brother come and say that you read the പുസ്തകം conclusion. എടുത്തിട്ട് അതിന്റെ അവസാനത്തെ ചാപ്റ്റർ വായിച്ചിട്ട് വായിക്കാൻ തുടങ്ങാം. You read the last chapter, then you start reading. അപ്പൊ നിനക്ക് ടെൻഷൻ ഇല്ലാതെ പോകാന്ന് പറയും. Then there will be no more problem. അവസാനം വായിച്ചപ്പോൾ നമ്മുടെ നായകൻ ജയിച്ചു. When we read at the end, our hero is winning. സമാധാനമായിട്ട് വായിക്കാൻ തുടങ്ങും. Then with the peaceful mind we എന്ന് can read the പറഞ്ഞ novel. നമുക്ക് അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം തന്നിരിക്കുന്നതിന്റെ കാരണം God has given this last book, ദൈവത്തിന്റെ Revelation. മക്കൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനമായിട്ട് പോകാൻ വേണ്ടിയാണ്. People of God should understand and go with peace. അവർ സമാധാനമായി അക്കരയ്ക്ക് പോകേണ്ട എല്ലാ വഴികളും എഴുതിയിട്ടുണ്ട്. We have to go to the other shore with peace. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകം അറിയാവുന്നവരും That's why we read ഈ Revelation. ദാനിയേൽ പുസ്തകം വായിച്ചറിയാവുന്നവരും Even though we read the Daniel, പ്രവാചക പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. in all the prophecy books we ഇതൊക്കെ can read. അറിയാവുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല. Everybody knows this, no ഇതൊന്നും problem. അറിയാത്തവന്മാരാണ് ഇവിടെ കിടന്ന് കുസ്തി ഒടിച്ച് The മറിയുന്നത്. people don't know this, they have the problem. അപ്പോൾ എന്താ സംഭവിക്കാൻ So പോകുന്നത്? what is going to happen? ഇവിടെ ഇതാ 13-ാം അധ്യായത്തിൽ മൃഗം കയറി വരികയാണ്. The 13th chapter we can see a അതാണ് beast. വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റിന്റെ സാമ്രാജ്യം. ആന്റി This is ക്രൈസ്റ്റ് the kingdom of the Antichrist. അവൻ നമ്മൾ ഇതുവരെയും കാണുന്ന ഒരു വ്യക്തിയെ പോലല്ല. He is not like an ordinary person. അവന്റെ ഈ ശരീരഘടനയല്ല വിഷയം. It's not about his physical structure. അവന്റെ ഉഗ്രഭാവവും നയബുദ്ധിയും. It is wisdom and his, എവിടെ തന്ത്രങ്ങൾ ഉപയോഗിക്കണോ അവിടെ തന്ത്രം ഉപയോഗിക്കും. wherever he used wisdom, he will use that. ഭീഷണിപ്പെടുത്തണോ അത് ചെയ്യും. Threaten, they have to ഈ threaten. രണ്ട് മുഖവനുണ്ട്. He has two faces. അത് നമുക്ക് ദാനിയേൽ പുസ്തകത്തിൽ നിന്ന് വായിച്ചു നോക്കാം. Daniel, we can read the same. ദാനിയേൽ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെ വരുന്നു വായിച്ചു. Daniel 8:23 to 25. ദാനിയേൽ 8-ന്റെ 23 മുതൽ 25 വരെ വായിക്കാം. എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്ത് അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലം. The end of their kingdom, ആരുടെ രാജ്യത്തിന്റെ? whose
kingdom, ഇന്ത്യയിലെ ഈ രാജ്യത്വത്തിന്റെ അവസാനം kingdom, the end of the kingdom of the India, അതിന് BJP മാറി ഇന്ത്യ സഖ്യം വന്നാലും even though the India or the BJP, എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഈ ശക്തിയാണ്. all is authoritated by this. രാഹുൽ ഗാന്ധി വരുമ്പോൾ ഞങ്ങളായിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ ഓഫറിംഗ് ഉണ്ട്. We can think that Rahul Gandhi ഇതിന്റെ അപ്പുറത്തായിരിക്കും, ഇതിന്റെ അപ്പുറത്തായിരിക്കും. will do much more than this. അല്ലെങ്കിൽ പിണറായി വിജയൻ വന്നപ്പോൾ കണ്ടില്ലയോ, Like Pinarayi Vijayan came, ഇപ്പൊ ശരിയാക്കി തരാമെന്നാണ്. he told that I will make it everything right. ഇപ്പൊ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. Now he is everything right. അദ്ദേഹത്തിന് കുറ്റമല്ല, It's not his കാരണം problem ഇതിന് തിരിക്കുന്നത് സാത്താനാണ്. because the spirit. അതുകൊണ്ട് അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് We കാര്യമൊന്നുമില്ല. cannot blame him. ഇനി ആര് വന്നാലും, ഇനി VT സതീശൻ വന്നാലും, Whoever comes, with his suggestion come also. അതല്ല ഇനി വേറെ ആര് വന്നാലും ശരി. Whoever comes next. ഇനി 84 വയസ്സുള്ള AK ആന്റണി സാറിനെ In 84 years, AK Antony sir, ചെറുപ്പമാക്കിക്കൊണ്ട് വെച്ചാലും ശരി, even though he put him the ഇത് leader, തന്നെ സംഭവിക്കത്തുള്ളൂ. is not going. Is this going to കാരണം happen? അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. Because this is what going to happen. വായിക്കാം. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു ഉഗ്രഭാവവും, He's very cruel. അറഗന്റ് ആൻഡ് അഗ്രസീവ്, He's very arrogant. അതാണ് അവന്റെ മുഖഭാവം. This is his face, മുഖഭാവം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം. his character. പക്ഷെ പെട്ടെന്ന് താഴ്ന്നു വരും, Suddenly he will humble. വളരെ സിമ്പിൾ ആയിട്ട് വരും. He go to the very simple. ഇവിടെയാണ് മനുഷ്യൻ പിടികിട്ടാത്തത്. Here we cannot understand him. അവൻ യഹൂദനെ കാണുമ്പോൾ When we go to the Jew, യഹൂദനെ പോലെയാകും. he show him as a Jew. ഇസ്ലാമിനെ കാണുമ്പോൾ When he get the Islam അവൻ people, പക്കാ ഇസ്ലാമായി. and he become like a Islam person. പണ്ട് നമ്മുടെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല, അല്ലേ? There is an American president. അവരുടെ പേര് ഈ കുറച്ചാളുണ്ടായിരുന്നു, മറന്നുപോയി. ഈയിടെയായിട്ട് ഇതിന് മറവ് കൂടുതലാണ് കേട്ടോ. ബുഷ് കഴിഞ്ഞിട്ട് ഈ ഒരു ആഫ്രിക്ക ഒബാമ, ബറാഖ് ഒബാമ. Barack Obama. അവൻ്റെ അമ്മ ക്രിസ്ത്യാനി, അപ്പൻ മുസ്ലിമായി. His father is a Christian and mother ഞാൻ is a ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബറാഖ് ഒബാമയുടെ രണ്ട് മുഖം. It's the two faces of Barack Obama. അവൻ ഇസ്ലാമിനെ കാണുമ്പോൾ അങ്ങോട്ട് പറയും, When he go to the Islam, he show Islam. ക്രിസ്ത്യാനിത്വത്തെ കാണുമ്പോൾ ഇങ്ങോട്ട് When he go to the തിരിയും. Christianity, he will show the Christianity. അപ്പൊ ഇതുപോലെ Likewise, അതിനേക്കാളും ഭയങ്കര ഉഗ്ര സ്വഭാവമുള്ള, this person has a more aggressive than him. അതാണ് ഇവന് ഈ മോർ അഗ്രസീവ്. അത് തന്നെ, അഗ്രസീവ് അല്ല, മോർ അഗ്രസീവ്. More aggressive. അടുത്തത് Next, അതുപോലെ തന്നെയാണ് അവൻ താഴ്ന്നു വരും. he is very simple as well. പോപ്പിനെ കാണുമ്പോൾ When you go to the Pope പോപ്പിന്റെ കുർബാനയും വായിക്കും, and he receive the mass from പോപ്പിന്റെ കുർബാനയും വായിക്കും. him, he will receive sacrament. ഇസ്ലാമിനെ കാണുമ്പോൾ When you go to the Islam, അവൻ അവിടെയും കൂടി 786 പറയും. and he will say 786 there. ഇപ്പുറത്തെ യഹൂദനെ കാണുമ്പോൾ When he is a Jew, ഇങ്ങനെ എല്ലാറ്റിനെയും അവന്റെ പോക്കറ്റിലാക്കാനുള്ള നയചാതുര്യ ബുദ്ധിയുള്ളവനുണ്ട്. he has the cleverness to bring everything into his pocket. വായിക്കാത്തോട്ട് വായിക്കാം. ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും, അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. സ്വന്തം ശക്തിയാൽ അല്ലതാനും. Not by his own. പിന്നെ ഇവിടെ ശക്തി വരുന്നത് From where he got the strength. വെളിപ്പാട് 19 അധ്യായം വായിക്കുമ്പോൾ In Revelation 12 we read, അവിടെ എഴുതിയിരിക്കുന്നു, where we can see, സാത്താൻ തള്ളപ്പെട്ട് താഴെ വരുമ്പോൾ when the Satan comes down, അവൻ തന്റെ അധികാരവും ശക്തിയും അവന് കൊടുക്കുന്നതാണ്. he has given his strength and authority to him. നോക്കണം, വായിച്ച വാക്യം. സാത്താൻ തൻ്റെ അധികാരവും ശക്തിയും ആർക്കാണ്? ഇല്ലയോ? അതിൻ്റെ 5-ാം വാക്യം വായിച്ചേ, 7-ാം വാക്യം വായിച്ചേ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ അവന്റെ സ്ഥാനം പിന്നെ കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? 13-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അപ്പൊ ഇതുവരെ സ്വർഗസ്ഥലങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞതിന്റെ കാരണം, Now he is in the heavens means, 12-ാം അധ്യായത്തിൽ ദൈവസഭ ഇപ്പോൾ സ്വർഗസ്ഥലങ്ങളാണല്ലോ. now the church of God is in the heaven. അപ്പൊ ആത്മീയരുടെയിലാണ് ഇവന്റെ കൂടുതൽ പ്രവർത്തനം. His work is in midst of the കാരണം spiritual സഭ people. രൂപാന്തരപ്പെട്ടു പോകരുത്. Because the church should not be ജയം transformed. പ്രാപിക്കുന്ന ആളുകൾക്കെതിരായിട്ടാണ് അവന്റെ പ്രവൃത്തി. He will fight against the people who ആരെങ്കിലും overcome. ജയാളികളായി തീരുമെന്ന് സാത്താൻ കാണുമ്പോൾ Whoever is going to overcome him, അവൻ അവരുടെ വിരുദ്ധ തെറ്റിക്കാൻ to make their rewards പല right, വേഷത്തിൽ, പല അഭ്യാസത്തിൽ ചില പരീക്ഷണങ്ങൾ വരും. many shapes used to come. ആ പരീക്ഷകൾ വരുമ്പോൾ In the trials, അതിനെ വിവേചിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ we should be discerning him. പലരും അതിൽ വീണു പോകും. Others will be fallen. അത് ദ്രവ്യാഗ്രഹത്തിന്റെ ശക്തിയായി, Maybe it is a spirit of covetousness. മോഹിനിയുടെ വേഷമായിട്ടും, Maybe it is the Mohini. മോഹിനിയുടെ വേഷമായിട്ടും, In the shape of Mohini. കസേരയുടെ വേഷമായിട്ടും, Lazaria. കസര As a throne, chair. ഇങ്ങനെയൊക്കെ വരുമ്പോൾ In this ഇത് chair, തിരിച്ചറിയാത്ത വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ, വേലക്കാർ, if we don't know to discern this worker and believer, അവരെ വീഴ്ചകളെന്നാണ് അവന്റെ. and he will fall them down. അപ്പൊ അവന്റെ ഫുൾ അറ്റൻഷൻ ഇപ്പോൾ സഭയ്ക്ക് നേരെയാണ്. Now his attention is completely upon the church of God. 11-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം 12:5 we can say after the church is taken, അവനെ പിന്നെ അവിടെ സ്ഥാനമില്ല. മിഖായേൽ,
the Michael, അവനെ വെട്ടി അവിടുന്ന് മാറ്റിക്കളയും. and he will remove him. അപ്പോൾ ഭൂമിയിലേക്ക് വരും. And he will come to this. അപ്പോൾ അവന് രണ്ട് വിധ അല്ലെങ്കിൽ ഇരട്ടി പ്രതികാരമാണ്. Then he has a big revenge. അതുകൊണ്ടാണ് സഭയുടെ ശേഷിപ്പിനെ അവൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത്. That's why he persecuted the remnant of the church. അപ്പോൾ വരുന്ന നേതാവ് And the leader, ഈ എതിർ ക്രിസ്തുവിനെ ഇവൻ അഭിഷേകം ചെയ്യും. and he will anoint the Antichrist. അതുകൊണ്ടാണ് അവൻ എക്സ്ട്രാ ഓർഡിനറി അസാധാരണ വ്യക്തിയായിട്ട് മാറുന്നത്. That's why he became an extraordinary അതാണ് person. 13-ാം അധ്യായം 2-ാം വാക്യം വായിക്കും. In 13:2 we can see. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും മൂന്ന് മൈക്ക് ഓൺ ചെയ്ത് വായിക്കും. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മൈക്ക് വായിക്കാം. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. നോക്കണം, മഹാസർപ്പം The dragon, തന്റെ ശക്തിയും അധികാരവും അവൻ കൊടുത്തു. authority is given to അതുകൊണ്ടാണ് Antichrist. ദാനിയേലിന്റെ പുസ്തകം വായിച്ചപ്പോൾ That's when Daniel we സ്വന്തം read. ശക്തി കൊണ്ടല്ല താനും വായിച്ചേ 8-ന്റെ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും, അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. സ്വന്തം ശക്തി കൊണ്ടല്ല. Not by his own strength. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ Revelation 13:3, സാത്താൻ തന്റെ മുഴുവൻ ശക്തി അധികാരം അവന് കൊടുക്കും. Satan is given his own authority completely to him. അവസാന യുദ്ധമാണല്ലോ. That is a final war. ഇപ്പൊ തന്നെ ഇസ്രായേലും പേർഷ്യ അല്ലെങ്കിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ Now in the war between the Iran and Israel, ഇവര് ശരിയായി തയ്യാറെടുത്തുള്ള യുദ്ധമാണ് വരാൻ പോകുന്നത്. and Israel has prepared well. അപ്പോൾ നെഥന്യാവും പറഞ്ഞിരിക്കുക. Nathaniel also said, നെഥന്യാവ് പറയുന്നത് എന്താ? what Nathaniel said, ഞങ്ങൾ യുദ്ധം ഒഴിവാക്കിയാൽ if we avoid the battle, യുവന്മാർ ഇസ്രായേലിനെ തകർത്ത് കളയും. and they will destroy the Israel. അതുകൊണ്ട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. So we have to do the war അവരതുകൊണ്ട് വെൽ പ്ലാനിങ്ങിൽ with a good plan. ഇന്നല്ല, Not today. 1948 മുതലേ ഈ യുദ്ധം മുന്നിൽ കണ്ടിരിക്കുക. 1948 they have foreseen this war. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. They make all the arrangements for this. ഇപ്പൊ തന്നെ ലീവിൽ പോയവരും When the peoples go to the leave, പിന്നെ റിസർവേഷൻ ഇരുന്നവരെല്ലാം പട്ടാളക്കാരും അവർ തിരിച്ചു വരുത്തി. the reservation army, everybody came back. അവർ അവസാനത്തിൽ പറഞ്ഞ എന്താ? What they had told, ഒറ്റ കൈക്ക് നിന്റെ തലയെ കൊണ്ടുപോയി ഞങ്ങൾ അനുഭവം വിടും, വേറെ ഒരു ദാക്ഷിണ്യവും ഇല്ല. at the end we will put the atom bomb. അമേരിക്കക്കാരോട് പറഞ്ഞു നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട. And to the America also they told, don't come in between. പേർഷ്യക്കാർ ഇറാൻ എന്താ പറയുന്നത്? What Iran says, ലോകം മുഴുവൻ ഞങ്ങളുടെ മതം സ്ഥാപിക്കണം, we are going to establish our religion whole വേറെ world. ഒരുത്തരും പാടില്ല, ഞങ്ങളുടെ മതമായിരിക്കണം ലോകം മുഴുവൻ Only വ്യാപിക്കണം. our religion should be in the whole world. ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ When this comes, പെട്ടെന്നായിരിക്കും ഇവൻ സമാധാന പുരുഷനായിട്ട് വരുന്നത്. suddenly the Antichrist will come as a peace person. വലിയ യുദ്ധമൊന്നും വലിയ സീരിയസ് ആയിട്ടൊന്നും പോകത്തില്ല. This war will not go very ഈ serious. പറഞ്ഞ പോലെ ഗാസ പോലെ കുറെ നടക്കും. Like a Gaza, it will go a little bit forward. പക്ഷേ അവസാനം എന്താ But at സംഭവിക്കുന്നത്? the end, what will happen? 8:24 വായിച്ച് 8:24. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും, അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കുകയും അവൻ അതിശയം ചെയ്യും. He will do വലിയ miracles. അത്ഭുതങ്ങൾ ചെയ്യാനുള്ള പവർ അവനുണ്ട്. He has the power to do the കാരണം സാത്താൻ miracles. അത്ഭുതം ചെയ്യുമല്ലോ. Satan can do the wonders. കാരണം മോശ അത്ഭുതം ചെയ്തപ്പോൾ ഫറവോനും അവിടെ അത്ഭുതം കാണിച്ചു. When the Moses does the wonders, the Pharaoh also does the wonders. അപ്പൊ അത്ഭുതങ്ങൾ ചെയ്ത് മനുഷ്യനെ വശീകരിച്ച് കളയും. And he can do the wonders and attract the അങ്ങോട്ട് people. വായിക്കാം. കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. പലരെയും വിശുദ്ധ ജനമെന്ന് പറയുന്നത് He said the same peoples. ആദ്യമായിട്ട് സഭയുടെ ശേഷിപ്പ് It is a remnant of the church. 12-ാം അധ്യായത്തിൽ താഴെ വായിക്കുമ്പോൾ When we 12, the last, സ്ത്രീയുടെ സന്തതിയോട് യുദ്ധം ചെയ്യാൻ he will fight the seed of the സ്ത്രീ woman. കൈവിടപ്പെട്ട ക്രിസ്തീയ സഭ This is the church. എടുത്തുള്ളപ്പെട്ടത് കൂടാതെ After the second one, രക്തസാക്ഷികളായി തീരുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. there are some martyrs there. അതാണ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും. They will fight with the saints. 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ In 13:10, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. we can see the patience of the saints. പെന്തക്കോസ്തുകാർക്ക് സഹിഷ്ണുതയും വിശ്വാസവും ഇല്ലെങ്കിൽ There is no patience for Pentecostal people. ബാക്കി 5 പേപ്പർ കിട്ടിയാലും Even the 5 papers you ഈ got, 2 പേപ്പർ കിട്ടിയില്ലെങ്കിൽ if these 2 papers you didn't കേരള pass, സർക്കാർ തരുന്ന പോലെ ഈ ഇതുവാ പ്രൊമോ അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്കൊന്നും കിട്ടത്തില്ല. you will not get extra marks. പ്രൊമോഷൻ You കിട്ടത്തില്ല. will not get the promotion. പോയി എഴുതിയെടുത്തേ പറ്റത്തുള്ളൂ. You have to write this, അപ്പൊ ഇറക്കി വിടും. and they will അത് take it. പാസ്റ്ററായാലും മദറായാലും Even the pastor or mother, മൂപ്പനായാലും even the elder, സൺഡേ സ്കൂൾ ഹെഡ്മാനായിരുന്നാലും the headmaster, Sunday school ടീച്ചറായിരുന്നാലും teacher in the Sunday school, സഭയിലെ ഡീക്കന്മാരായിരുന്നാലും ശരി, deacons in the church, എല്ലാത്തിനെയും ട്യൂട്ടോറിയൽ കോളേജിലേക്ക് വിടും. everybody has to go to tutorial college. അന്തിക്രിസ്തുവിന്റെ പിടിയിൽ പോയി When they go to the Antichrist 3.5 way, വർഷം അവിടെ ഇക്ഷ വരപ്പിച്ച് വേണം ഈ 2 വിഷയം എഴുതിയെടുക്കാൻ. 3.5 years they have to go under the അതുകൊണ്ട് persecution. വല്ലവിധേനെ നമ്മൾ ഇപ്പോഴേ പ്രാപിച്ചെടുത്ത് പോകണം. Now itself we have to get these things, അതാണ് അവൻ വിശുദ്ധന്മാരെ ജയിക്കുമെന്ന് പറഞ്ഞു. and he will overcome the saints. അതെല്ലാം നമ്മൾ പലപ്പോഴും സംസാരിച്ചുള്ള വിഷയമാണ്. We already explained this. 25-ാം വാക്യം വായിച്ച് 8:25. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം രണ്ടാമത് അവർ നയബുദ്ധി It is because of cleverness. വായിച്ചു. നയബുദ്ധി അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും നയബുദ്ധി His cleverness. ഒന്നെങ്കിൽ അവൻ തട്ടിക്കളയും,
He will kill other ones. അല്ലെങ്കിൽ ഭയങ്കര സോപ്പിംഗ് ആയി. Otherwise, he will do ഇത് butter up. രണ്ടും കൂടെ അറിയാവുന്ന മനുഷ്യർ നമ്മൾ കാണുന്നുണ്ടല്ലോ. We can see this kind of people. രണ്ടും അറിയാവുന്നവന്മാരാണ് പല അഭ്യാസങ്ങൾ കാണിക്കുന്നത്. They will do many things. അത് ആത്മീയ കോളത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്. Even the spiritual field and the political, we can ഈ see. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഓരോന്നിന്റെ വേഷം ഇറങ്ങുന്നില്ല. During the election time, we can see many people sitting. അവരെയാണ് സൂക്ഷിക്കേണ്ടത്. We have to be careful about that. ചിലർ കൊമ്പനാനെ പോലെ Some other people like ഒറ്റ elephant, സ്പിരിറ്റേ ഉണ്ട്. like only one spirit. ചിലത് മോഴയെ പോലെ Like some people like deer, പമ്മി നിന്ന് നാശം ഉണ്ടാകും. they will go down and will do the destruction. ഈ ഡബിൾ ഗെയിം ഉള്ള മനുഷ്യരെ Double game peoples, DGP എന്ന് പറയത്തില്ല. like DGP. പക്ഷേ MD തോമാച്ചാനാണ് ആ പേരിട്ടത്. Pastor MT Thomas given his name. ഡബിൾ ഗെയിം പ്ലെയർ എന്നല്ല പ്രയർ. DGP, double game prayer. ഞാൻ പറഞ്ഞ അച്ഛാ ഡബിൾ ഗെയിം പ്രയർ മാത്രമല്ല, ഡബിൾ ഗെയിം പാസ്റ്റർമാർ പോലും നമ്മുടെ കൂടെ ഉണ്ട്. We have double game pastors also. അവരെ DGP എന്നാണ് വിളിക്കുന്നത്. We call them a DGP. DG പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഉപദേശിയും മൂപ്പരും മദറും എല്ലാം അതിനകത്ത് വിടും. Everybody will come under that അപ്പോൾ group. TPM ൽ ചില DGPമാരുണ്ട് നമ്മുടെ. There are some DGPs in TPM. അവരിവിടെയും കളിക്കും അവിടെയും കളിക്കും. They will play here, they will play there. എല്ലാം ദൈവം ന്യായം വിധിച്ചു കളയും. God will judge all of these people. സൂക്ഷിച്ചോണം, വേലക്കാരെ സൂക്ഷിച്ചോണം. The workers, ഈ ഡബിൾ ഗെയിം കളിക്കുന്ന പാസ്റ്റർമാരും മൂപ്പന്മാരും വിശ്വാസികളും മദർമാരെല്ലാം സൂക്ഷിച്ചോണം. the people who play double game will be judged. നിങ്ങൾക്ക് ആർക്കും രക്ഷയില്ല. There is no അവരെയാണ് salvation. DGP, നമ്മുടെ സഭയിലെ DGP എന്ന് പറയും. The DGPs in our church. ഡബിൾ ഗെയിം പ്ലെയർ, Double game players. ഡബിൾ ഗെയിം MT തോമാച്ചാന്റെ ഡബിൾ ഗെയിം പ്രയർ. Double game prayer of Pastor MT Thomachayan. എന്റെ ഭാഷ പറഞ്ഞാൽ DGP ഡബിൾ ഗെയിം പാസ്റ്റേഴ്സ്. എനിക്കറിയാം, അനുഭവങ്ങളുണ്ടായി പറയുന്നത്. I have the experience. There are ഞാൻ double ഈ game അനുഭവത്തിൽ കൂടെ pastors. പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയല്ല, എന്റെ കാലം കഴിഞ്ഞില്ലേ. My time is over. നമ്മുടെ പരിപാടിയെല്ലാം തീർത്ത് അവിടെ ബുക്കിൽ കയറ്റി കഴിഞ്ഞു. I have completed my work. ഇനി ഒന്നുകിൽ രൂപാന്തരപ്പെടുക അല്ലെ രക്തസാക്ഷിത്വം പ്രാപിക്കും. Transform, otherwise martyr. ഇതിലപ്പുറത്തൊന്നും ഇനി ഇല്ല. I don't have anything more than that. മനസ്സ് നമ്മൾ ഉറച്ചു കഴിഞ്ഞു. I already confirmed it. പിന്നെ ആർക്ക് വേണ്ടിയാ? So for whom? ഇവിടെ പരമാർത്ഥികളായ വിശ്വാസികളും മേലക്കാരും. There are very innocent workers and believers. പെന്തിക്കോസ്ത് മിഷനിലെ കള്ളന്മാർക്ക് വേണ്ടിയല്ല, Not for the thieves of the തട്ടിപ്പുകാർക്ക് വേണ്ടിയല്ല, not for the thieves of എന്നെ the പോലെ പരമാർത്ഥരായി വന്ന വിശ്വാസികളും മേലക്കാരും ഇതിനകത്തുണ്ട്. like the innocent people like me. അവർക്ക് in this വേണ്ടിയാണ് church. 2 പ്രാവശ്യം മരിച്ചിട്ടും For them I have died twice. ദൈവം എന്നെ വീണ്ടും ഉയർപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പറയാൻ വേണ്ടി. God raised me twice for these people. അല്ല പെന്തിക്കോസ്ത് മിഷന്റെ കസേര അലങ്കരിക്കാൻ വേണ്ടിയല്ല. Not to decorate the chair of the Pentecostal mission. ചീഫ് പാസ്റ്റർമാരൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമാണ്. I told the chief pastor they are also happy. പിന്നെ ചില ഡബിൾ ഗെയിം കളിക്കുന്ന പാസ്റ്റർമാരുണ്ട്. There are some pastors who play double ഇവരെ game. നമ്മുടെ തമിഴ് ഭാഷ മക്കൾ പറയല്ലോ, വിടമാട്ടേൻ. I will not leave you. ഇവരെ വിടമാട്ടേൻ. I will not leave them. ആരെങ്കിലുമൊക്കെ വേണ്ടായോ? Somebody has to there അവർക്കെതിരായിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും. to fight against them. ദൈവത്തിന്റെ വേലയൊക്കെ കളിക്കാൻ ഇങ്ങനെയുള്ള DGPമാരെ ഞങ്ങൾ You സമ്മതിക്കത്തില്ല. start play in the gardens. അതിനുള്ള അഭിഷേകം ഞങ്ങൾക്കുണ്ട്. I have that anointing. അത് ചെയ്യുകയും ചെയ്യും. I will do that. ദൈവത്തിന് സ്തുതി. ഇത് അഹങ്കാരമല്ല, ഇത് ദൈവം തന്നിരിക്കുന്ന അനുവാദമാണ്. This is God has given me the permission. ആണായാലും പെണ്ണായാലും ശരി. Whether it is a male or female. எப்படி சொல்லுவா? நம்ம தமிழ் மக்கள் எப்படி சொல்லுவா? தங்கவேலு വിടമാട്ടേൻ. I will not leave you. ദൈവത്തിന് സ്തോത്രം. Praise be to God. ജാഗ്രതയായി വേണം ദൈവസഭയെ കളിക്കാൻ. We should be cautious in the temple of God. പാസ്റ്ററോ മൂപ്പനോ ആരും ആയിക്കോട്ടെ, The pastor, ഈ elder. വെള്ളവസ്ത്രം ഇട്ടുകൊണ്ട് We wear this white dress. ദൈവസഭയെ കയറി കളിക്കാൻ പോയാൽ If we play in the church of God, പരിശുദ്ധാവിയാനവരും നിന്നെ വിടമാട്ടേൻ, the Holy Spirit also will not ഞങ്ങളും leave നിന്നെ you. വിടമാട്ടേൻ. I will also not leave you. സൂക്ഷിച്ചോണം കേട്ടോ. You need to be careful. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇവിടെ നമ്മളെന്താ വായിച്ചത്? നയബുദ്ധി വായിച്ചേ. It's a cleverness. ഞാൻ നമ്മുടെ ഒറിജിനൽ പാസ്റ്റർമാരെ ആരും പറയുന്നില്ലല്ലോ. ഉണ്ടോ? Not about the good pastors. നമ്മുടെ ഗ്രൂപ്പിനെ ഒന്നും ഞാൻ പറയത്തില്ല. I'm not saying the good people. അവരൊക്കെ നല്ലവരാണ്. They are good അപ്പോൾ people. ഇതിനകത്ത് ഈ തട്ടിപ്പ് സംഘത്തെ വകവരുത്തിയില്ലെങ്കിൽ വേലയ്ക്ക് ദോഷം വരും. There are some deceivers in this church. അത്രേ ഉള്ളൂ. അതെന്റെ അവസാനം വരെ ഞാൻ ചെയ്യും. I will do that until my end. കാരണം അതിനുള്ള അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. God has given me this anointing. യാതൊരു ദാക്ഷിണ്യവും ഇല്ല. There is no, I will not give ഞാൻ anything. 1985 In 1985, മദ്രാസിൽ നിന്ന് വരുമ്പോൾ when I come back from Madras, പാസ്റ്റർ SB ഏണസ്റ്റ് First SB ഒരു Ernest, വർക്കേഴ്സ് മീറ്റിംഗ് നടത്തുക. in a workers meeting, അപ്പോൾ ദൈവം എനിക്ക് ദർശനം തന്നു, God has given a vision. കോട്ടയത്തേക്ക് മാറ്റം. I got transferred to ആ Kottayam. മീറ്റിംഗിൽ എന്നെ കണ്ടാണ് പാസ്റ്റർ ഏണസ്റ്റ് എന്നെ വിളിച്ച് മുട്ടുകുത്താൻ പറഞ്ഞു. And God, he asked me to kneel down. എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. He prayed on my head. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, And he told, ആവർത്തന പുസ്തകം in 9-ാം അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വാക്യം വായിച്ചു. and you have to read 9:1-11. അദ്ദേഹം തന്ന വാഗ്ദത്തമാണ്. He has given the promise. നീ കേരള മിനിസ്ട്രിയില് In this Kerala ministry, അല്ലെങ്കിൽ പെന്തിക്കോസ് മിനിസ്ട്രിയില് In the Pentecostal നിനക്കൊരു പ്രത്യേക അഭിഷേകം തന്നിട്ടുണ്ട്. I'll give an anointing അനാക്യ ശക്തിയെ ഒതുക്കാനുള്ള അഭിഷേകം തന്നിട്ടുണ്ടാവും. to cover this ഇസ്രായേലെ കേൾക്കാം. മതി, താഴെ വായിച്ചാൽ 5-ാം വാക്യം. After that we can അപ്പൊ read. ഞാൻ ഏത് സഭയിൽ ചെന്നാലും, Wherever I ഇത് go, എന്റെ ഗുണമല്ല, It's not അവിടെ my- പറയുന്നുണ്ട് നിന്റെ ഗുണം കൊണ്ടല്ലെന്ന് പറയുന്നുണ്ട്, it is not because of you, പക്ഷെ എന്റെ വൈരാഗ്യം, but my zeal, ദൈവത്തോടുള്ള വിശ്വസ്തത, my അവൾ faithfulness. ഏത് സഭയിൽ ചെന്നാലും Every church I go, എനിക്ക് യുദ്ധമുണ്ട്. I have a fight. ഇനി ഇത് മാറി വേറെ സഭയിൽ ചെന്നാലും യുദ്ധമുണ്ട്. If I go to another church, I'll have a ഇവിടെ fight. എത്രയോ നാൾ യുദ്ധം ഉണ്ടായിരുന്നു. I have fighted here. ഫെയ്ത്തോവനകത്തും പുറത്തും. In the faith of ഈ others അനാക്യ outside. ശക്തികളെ The powers of Anak,
അതിനെ ഇല്ലാതാക്കണം. I will destroy എങ്കിലേ it. ദൈവസഭ ശരിയായി വളരത്തുള്ളൂ. Then only the church of God will grow. അത് വേലക്കാരിൽ കൂടെ വരും, വിശ്വാസിൽ കൂടെ It വരും. will come through the workers, otherwise it will be കൃപയാൽ. believers. But by the grace of God. BJP-കാരിൽ കൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസ്സുകാരുടെ ആരും വന്നിട്ടില്ല. No BJP or communist or Congress people. ഈ അനാക്യ ശക്തി Only the അഭിഷേകം നഷ്ടപ്പെട്ടു വീഴ്ച പ്രാപിച്ച വേലക്കാരിലും വിശ്വാസികളാണ് the വ്യാപിക്കുന്നത്. workers or the believers fallen from the grace. അവിടെ നിങ്ങൾക്കറിയാം, So you have to know, ഞാൻ ഇറങ്ങിയ കാലം മുതൽ when from the beginning, ആദ്യത്തെ 5 വർഷം മദ്രാസിലായതുകൊണ്ട് 5 years I was in Madras. ഞാൻ ഒരിക്കൽ കൂടെ താഴ്ത്തി പറയുകയാണ്, Once again I am humbling എന്റെ myself ഗുണം and saying, കൊണ്ടല്ല, it's not because ഞാൻ of my, പഠിക്കുന്നതും കൃപയാലാണ്. all by grace of God. സാധാരണ മനുഷ്യന് വരുന്ന എല്ലാ പരീക്ഷ എനിക്കും All വന്നിട്ടുണ്ട്. the temptation comes to me as well. പക്ഷെ കർത്താവ് കൃപയാൽ നിർത്തിയിരിക്കുന്നു. God has stayed me. പക്ഷെ ഒരു with grace. വൈരാഗ്യമുണ്ട്. But I have a zeal. എന്നെ ഈ അനുഭവത്തിൽ എത്തിച്ച് എൻ്റെ ബോസിനോട് നന്ദി കാണിക്കണ്ടായോ? I should have thankfulness to the master. അത് ഞാൻ കാണിക്കും. I will show that. അതിനാർക്കും എതിര് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. And nobody can come against me. ആരെല്ലാം എതിരായി നിന്നിട്ടുണ്ടോ അവരൊക്കെ തമ്പുരാൻ തട്ടിയിട്ടുണ്ട്. Anybody who oppose me, God will ഉടനെ punish. ശിക്ഷ കൊടുത്തിട്ടുണ്ട്. God gives the punishment അത് വലിയ പാസ്റ്റർമാർ മുതൽ ഇങ്ങോട്ട് to the pastors and all. ഈ മതം അറിയാം. And പാമ്പാടിയിൽ വെച്ച് when she was in Pambadi, സെൻട്രുകാർ കളിച്ച് കളി, and the people from center has played with me. തിരുവല്ലയെ കളിച്ച് കളി, In Tiruvalla they played with me. കോഴിക്കോട് കളിച്ച് കളി. In Kozhikode, തമ്പുരാൻ ആരും വിട്ടിട്ടില്ല. God never left. ദൈവത്തിനോട് ശുഷ്കാന്തി വേണം. We need to have the zeal. ദൈവിക to God. സത്യത്തിനോട് വൈരാഗ്യം വേണം. We have to show the zeal to the ഡബിൾ truth ക്ലെയിം of God. പ്ലെയർ ആയിട്ട് മാറരുത്. We should not be double game ഒരു players. സത്യം നമ്മളെ ഫലമേൽപ്പിച്ചാൽ The God has given ആ a സത്യത്തിന് truth. വേണ്ടി We ജീവിക്കുന്നവരായി. live for the truth. അതാണ് ദൈവത്തിന് പ്രസാദം. That's why God pleasing. അതെല്ലായിടത്തും യുദ്ധമുണ്ട്. Everywhere there is a fight. അവസാനം വരെ യുദ്ധമുണ്ട്. Until the end there is a fight. ദൈവത്തിന് സ്തോത്രം. പക്ഷേ മനുഷ്യരോടല്ല. Not to the human beings. അങ്ങനെ പലരെയും ഞങ്ങൾ ഇതിന് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. And God, I have saved many people. ഈ ആത്മാവിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിനാൽ The people are fighting against ആ the spirit. ആത്മാവ് പ്രോസസ് ചെയ്ത പലരെയും പിടിവിച്ചെടുക്കാൻ സാധിക്കും. I have rescued many people with this അങ്ങനെ spirit. പല വേലക്കാരും വിശ്വാസികൾ ഇപ്പൊ നല്ല നീറ്റായിട്ട് ജീവിക്കുന്നു. Many workers and believers are ഞാൻ living. മാത്രമല്ല, Not only me, എന്റെ മുൻഗാമികൾ പലരുണ്ട്. many forefathers also there. പാസ്റ്റർ ഏണസ്റ്റ് പാസ്റ്റർ, ഇത് ടി യു തോമസ്, Pastor Ernest, Pastor T. Thomas, അറിയപ്പെടുന്നവർ മാത്രമല്ല, അറിയപ്പെടാത്ത എത്രയോ, ഒരു സാം പാസ്റ്റർ നാഗപട്ടണം, many Sam Pastor Nagapattinam, എത്രയോ വിശുദ്ധന്മാർ, many saints. അങ്ങനെ വലിയൊരു സംഘം ഇതിനകത്തുണ്ട്. Many people are like this. പിശാചിനാൽ ചതിക്കപ്പെട്ടവർ. The people deceived by അവരുടെ Satan. പേരെന്താ? What is their name? ഉഗ്രഭാവവും They have ഉപായ cruel. ബുദ്ധിയും. Has a cleverness. ഇതാണ് രണ്ട്. ഉപായ ബുദ്ധി, Clever. ഉപായം എന്ന് പറഞ്ഞാൽ ഡിസീവിങ്. Deceiving. ആ ഡിസീവിങ് സ്പിരിറ്റ് ആണ്. Deceiving spirit. ഇത് രണ്ടും കൂടെ ചേർന്ന ചില മനുഷ്യരുണ്ട്. There are people with two അവർ characters. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ Be very careful. നമ്മൾ അടിപതറിപ്പോകും. We should go under that. ദൈവത്തിന്റെ കൃപയിൽ വേണം വളരാൻ. So we have to grow in the grace of ഇവനെ God. വായിച്ച് അവസാനം നയബുദ്ധിയാൽ അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും ആ. സ്വഹൃദയത്തിൽ വമ്പ് ഒന്നുകിൽ ഭാവിച്ച് അവൻ എതിരിടും, They will fight against. ഇല്ല അടുത്ത തന്ത്രം ഉപയോഗിക്കും. The next, നയബുദ്ധിയാൽ then with this cleverness, അവിടെയാണ് പലരും വീണുപോകുന്നത്. ഇസ്രായേൽ വീണുപോകും. Israel will fallen. യഹൂദന്മാർ ഇവന് കസ്റ്റഡിയിലാകും. Jews will accept it. ഇസ്ലാം മതം വഞ്ചിക്കപ്പെടും. Islam will be deceived. ക്രിസ്തീയ മതം Even വഞ്ചിക്കപ്പെടും. the Christian people will get മൂന്നിനെയും deceived. അവൻ കോർത്തിണക്കി കളയും. He will make everything under him. മൂന്നിനെയും കൂടെ ഒന്നാക്കി കളയും. He will make connect three people അതായിട്ട് വായിക്കുക. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിച്ചു. അവിടെ പറയുമ്പോൾ, വരുവാനിരിക്കുന്ന പ്രഭു ഒരാഴ്ച വട്ടത്തേക്ക് നിയമം കഠിനമാക്കും. വായിക്കാം. പാനീയ ബലിയും ഭോജന ബലിയെയും അവൻ നിർത്തലാക്കി കളയും. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ഇത് ആഴ്ചവട്ടം BC 526 ശേഷം നടന്നത്. This happened BC 560 afterwards. പിന്നീട് അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടത് ക്രിസ്തു. The anointed one has been killed is Christ. അതോടുകൂടി 40 ആഴ്ചവട്ടങ്ങൾ പലത് കഴിഞ്ഞു. The 40 weeks has finished. ഇനി ഒരാഴ്ചവട്ടം ബാക്കിയുണ്ട്. So one more week is there. കാരണം കൃപയുടെ കാലം കഴിഞ്ഞ് So now the grace period is വീണ്ടും finished. After that, ന്യായപ്രമാണ കാലത്തിലേക്ക് വരാൻ പോവുകയാണ്. again the law period is അതാണ് going to come. ഒരാഴ്ചവട്ടം 7 വർഷം എന്ന് പറയുന്നത്. That's what called 7 years. വീണ്ടും ഇസ്രായേൽ യഹൂദന് ഈ നിയമം കൊണ്ടുവരും. Once again the Jews will bring ആ this law. ആഴ്ചവട്ടം വരുമ്പോൾ മാത്രമേ അവർക്ക് ആലയം പണിയാൻ സാധിക്കൂ. When this time comes only they can build a temple. എത്രയോ കാലമായിട്ട് ഒരു ആലയം പണിയാൻ ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. Many years they are planning to build a temple. It's not അതിനാൽ one. എതിർ ക്രിസ്തു വരണം. So Antichrist has to come. അപ്പോൾ ഈ ഒരാഴ്ചവട്ടത്തേക്ക് ഒരാഴ്ചവട്ടത്തേക്ക് അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ഒരാഴ്ചവട്ടം എന്ന് 7 വർഷം, For 7 years. 49 ആഴ്ചവട്ടം കഴിഞ്ഞു അല്ലേ? 49 അല്ലേ? 7 ആഴ്ചവട്ടം, പിന്നെ 49. ഈ ആഴ്ചവട്ടങ്ങൾക്ക് ശേഷം After this week, ഈ ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക. this 1 week is remaining. കൃപയുടെ കാലം കഴിഞ്ഞ് After the grace കർത്താവ് period, എടുക്കപ്പെട്ടതിന് ശേഷം, അല്ല സഭ എടുക്കപ്പെട്ടതിന് after ശേഷം the church is taken, വീണ്ടും ഒരാഴ്ചവട്ടത്തേക്ക് നിയമം കഠിനമാക്കും. then 1 week will again come. അത് ദൈവം അവർ കൊടുത്തിരിക്കുന്ന The God has given to them. ഈ സമയത്താണ് In this time, യഹൂദനെയും Jews,
ക്രിസ്ത്യാനികളെയും Christians ഹിന്ദുവിനെല്ലാം ഒറ്റ ചേരിയിൽ കൊണ്ടുവരും. and Hindus, everybody will come under one nation. യഹൂദനാലയം പണിയാൻ കൊടുക്കും, Jews will build the temple, മുസ്ലിമിന്റെ മോസ്ക്, Islam will have their mosques, എല്ലാവരും സഹോദരങ്ങളായി. everybody will become brothers. അതിന്റെ മുന്നോടിയാണ് ഇവിടെ സൗദിയിൽ നടന്ന അബ്രഹാം കോഡ്. That is Abraham Accord. Abraham Accord in Saudi. അബ്രഹാമിന്റെ സന്തതികളാണ് നമ്മളെല്ലാം. ഇവരെന്തിനാ വഴക്കുണ്ടാക്കുന്നത്? We are all the seeds of Abraham. We ഇത് are making പറഞ്ഞാണ് വരുന്നത്. This person comes. ഇത് പറഞ്ഞുകൊണ്ട് വന്ന് മനുഷ്യനെ ചതിക്കുകയാണ്. He will deceive the people. ചതിക്കുകയല്ല, അത് ആവശ്യമാണ്. It's also necessary. അങ്ങനെ മതമില്ല. There is no religion at all. ഒറ്റ മതം. Only one religion. One nation. One nation. ഇതാണ് അവന്റെ പോളിസി. This is his policy. അപ്പൊ അങ്ങനെ വരുമ്പോഴേ When it comes, എന്തെല്ലാം ലാഭങ്ങളുണ്ടാകും. what are the benefits? ഇപ്പൊ ഒരു പ്രധാനമന്ത്രി യാത്ര ചെയ്യണമെങ്കിൽ എത്ര കോടികൾ മുടക്കി സെക്യൂരിറ്റി കൊടുത്താൽ പോകുന്നു. Now the prime minister has to travel. How many crores is to send വേണ്ടല്ലോ, for security? ജനാധിപത്യത്തിന്റെ നേതാവായിരുന്ന പിണറായി വിജയൻ പോകുമ്പോഴും എത്ര സെക്യൂരിറ്റി. How many securities the Pinarayi Vijayan has? സെക്യൂരിറ്റിയുടെ ബഹളമാണ്. There's a lot of securities. അപ്പൊ ഇതൊന്നുമില്ല. No need of all this security. There is no war. 60% പൈസയും ചെലവാക്കുന്ന യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടിയാണ്. The 60% of the money is spent for the war. അങ്ങനെ രാജ്യ സമൃദ്ധിയാകും. And all the nations will be. ഉപദേശമായിട്ട് വരും. പുതിയ ഉപദേശമായിട്ട് വരും. There's a new doctrine will come. അതോട്ട് വായിക്കാം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, In the middle of this week. അതാണ് വിഷയം. അപ്പൊ ആദ്യം ഈ 3.5 വർഷം The first 3.5 years. കൈവിടപ്പെട്ട സഭയ്ക്ക് ഉപദ്രവമായിരിക്കും. He will make this forsaken church. അടുത്ത 3.5 വർഷം ആരംഭിക്കുമ്പോൾ Next 3.5 years. യെരൂശലേം ദേവാലയത്തിന് പണി കഴിഞ്ഞ് And they will start a temple in Jerusalem. അവന്റെ സ്റ്റാച്യു റോബോട്ട് പോലെയുള്ളതായ സംസാരിക്കുന്ന പ്രതിമ കൊണ്ട് വയ്ക്കും. His statue will be established in the church. ഇപ്പൊ സോഫിയ പോലുള്ള പ്രതിമകളില്ലേ, Like Sophia robot. അതുപോലെ ഇവന്റെ പ്രതിമ കൊണ്ട് വെച്ചിട്ട് His image will be placed in the ഇവന്റെ temple. സെയിം ഇമേജ് വെച്ചിട്ട് His image will be there. ഇതിനെ ആരാധിക്കാൻ പറയും. They asked her to worship him. അപ്പോഴാണ് യഹൂദന് തെറ്റുപറ്റിയത്. Now the Jews will understand. അവൻ മനസ്സിലായി കള്ളൻ ചതിയനാണ്. He is a deceiver. അങ്ങനെ അവനോട് യുദ്ധം ചെയ്യും. And they will fight against this. അടുത്ത 3.5 വർഷം The next 3.5 years. യിരെമ്യാ 38 വായിക്കുമ്പോൾ Jeremiah 38 യാക്കോബിന്റെ കഷ്ടകാലം. This is a tribulation period for Jacob. ഭയങ്കര ഉപദ്രവമായിരിക്കും. Lot of tribulation for them. കാരണം ഇപ്പോൾ ഇസ്രായേൽ വ്യവസ്ഥ തെറ്റി. Now the Israelis come out of the law. ഹോമോസെക്സ്വാലിറ്റിയിലും Homosexuality. അരാജകത്വത്തിൽ വെറും വർഷത്വം നിറഞ്ഞൊരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുക. Islam becomes a wickedful country. ഏകദേശം ഒരു 20% ജനങ്ങളെ ഉള്ളൂ ദൈവഭയത്തോട് Only ജീവിക്കുന്നത്. 20% people have the fear of the God. ബാക്കി എന്തും പരസ്യമായി പാപം ചെയ്യാൻ പോലും പെർമിഷൻ. They do the sins openly. അപ്പോൾ വീണ്ടും അവരെ പ്രവാസത്തിലേക്ക്. Again they go to the captivity. ഇസ്രായേൽ എന്ത് ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റുന്നോ Whenever they go out of God's way, അതെല്ലാം ഇസ്രായേലിനെ ദൈവം പ്രവാസത്തിൽ വിടും. the God will send them to the captivity. അന്യ ശക്തികൾ, അയൽ രാജ്യങ്ങൾ അവരുടെ മേലെ അധികാരം കൊടുക്കും. The other nations will come upon them. ഇവിടെ വായിക്കാം, താഴോട്ട് വായിക്കാം. 9:26 വായിച്ചിട്ട് താഴോട്ട് വരും. അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ശൂന്യമാക്കുന്നവൻ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ കണ്ടുകൊള്ളുക. When this person make the desolation comes to the temple. മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൽ Matthew 26. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. Jesus told himself. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് When the കാണുമ്പോൾ desolation comes to the holy place, നിങ്ങൾ മലകളിലേക്ക് ഓടി പോകുക. then you have to run to the mountain. കാരണം ഈ പ്രത്യാശയുടെ വചനത്തിൽ In this hope word, രണ്ടാമത്തെ 3.5 വർഷത്തിന്റെ അവസാനത്തിൽ after the end of the second, third, യഹൂദന്മാർ ഒരുപാട് നശിക്കും. the Jews will be destroyed. ഭയങ്കര നാശമുണ്ടാകും. There are a lot of destruction. ഈ സൈന്യമെല്ലാം അവരെ നശിപ്പിച്ചു കളയും. All the host they will destroy. സ്ത്രീകളെ വഷളാക്കും. They will make the women, കുഞ്ഞുങ്ങളെ കൊല്ലും. and they will kill the infants. ഒരു ചുരുക്കം പേര് അവശേഷിക്കും. Only few people will remain. അവർക്ക് ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നതിനാൽ To hear the word of God, അവരെ മുദ്രയിട്ട് 154,000 പേരെ മുദ്രയിട്ട് കൊണ്ടുപോകും. there will be 144,000 will be അവർ sealed. മലകളിലേക്ക്, വേറെ മലകളിലേക്ക് ഓടിപ്പോകും. They will go, run to the mountain, ഒലിവ് മലയിലേക്ക്. to the Olive താഴോട്ട് mountain. വായിച്ച്. അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ Upon the wings of abomination. എല്ലാവിധ മ്ലേച്ഛതകളും. There are a lot of abomination. താഴോട്ട് വായിക്കാം. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അടുത്ത് വരുവാനുള്ള പ്രഭു 26 വായിച്ചേ. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന വരുവാനുള്ള പ്രഭു, the next leader. അപ്പൊ 62 ആഴ്ചവട്ടം After 62 weeks, കഴിയുമ്പോഴേ after it finished, ക്രിസ്തു ജനിക്കപ്പെടും. the Christ will അതായത് ഇത് സെരുബാബിന്റെ ആലയം പ്രതിഷ്ഠയ്ക്ക് ശേഷം after the dedication of the Zerubbabel പിന്നീട് temple. നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇത്രയും വർഷം കഴിയുമ്പോഴാണ് After a few years, 62 ആഴ്ച തൊട്ട് × 7 60
2 weeks into 7. 7 14 7 43 44 ഏകദേശം 450 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ After 450 years, മശിഹ ഛേദിക്കപ്പെട്ടു. Messiah, Jesus came and died. പിന്നീട് ഒരാഴ്ച വിട്ടത് ബാക്കി കിടക്കുക. There is a one more week is there. അതാണ് ഞാൻ പറഞ്ഞത്. That's what I told. അപ്പോൾ ഈ കാലത്തിൽ In this time, വരുവാനിരിക്കുന്ന പ്രഭു, the leader who is to come, യേശു പറഞ്ഞില്ലേ, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല. the leader of the world is going to come. He has told nothing ക്രിസ്തുവിനെ with me. മുൻകൂട്ടി യേശു പറഞ്ഞാണ് വരുവാനുള്ള പ്രഭു. The leader going to come. അതിന്റെ 11-ാം അധ്യായത്തിന് 36-ാം വാക്യം വായിച്ചേ. 11:36. 15-ന്റെ 36 42 വായിക്കാം. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ഈ വരുവാനുള്ള പ്രഭു എന്ന് പറഞ്ഞാൽ ഈ എതിർ ക്രിസ്തു തനിക്ക് ബോധിച്ചതുപോലെ താൻ നടത്തും. This Antichrist will do according to his mind. അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നത്തെ വേൾഡ് ലീഡേഴ്സിനെല്ലാം നോക്കിയാൽ കാണാം. All the world leaders are example of that. അത് മോദിജിയിലായാലും ശരി, Even the Modi ji, പിണറായിക്കായിരുന്നാലും ശരി, Pinarayi, റഷ്യൻ പ്രസിഡന്റിലും Russian president, എല്ലാവരിലും ഓരോ വിധത്തിൽ ആ അധികാര ശക്തി അവരെന്ത് ആഗ്രഹിക്കുന്നു അത് നടപ്പിക്കൊണ്ടിരിക്കും. everybody they have their authority, they do whatever they want. BJP അല്ലല്ലോ അവർ പ്രശംസിക്കുന്നത്, മോദിജി. It is Modi ji, it's not ഇവിടെ BJP. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു, പക്ഷെ പിണറായി. But Pinarayi, it's not about communist party. അവിടെ പുടിൻ, It's Putin in Russia. കൊറിയയിൽ വേർത്തൻ, In Korea, another person. ഇങ്ങനെ ഓരോ ചൈനയിൽ എന്തോ പേരെ വായി വരുന്നില്ല, ഇതെല്ലാം മനപ്പാടം എംബോസിഷൻ എഴുതി പഠിച്ചെങ്കിലും വായി വരുത്തുള്ളൂ. Only it will have that. ദൈവത്തിന് സ്തോത്രം. Praise അപ്പൊ be to God. ഇങ്ങനെ എല്ലായിടത്തും അധികാര ശക്തി വന്നുകൊണ്ടിരിക്കും. Many people, some people are coming into ഇത് authority. ക്രിസ്തു സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് Before the sun comes, പ്രകാശകിരണങ്ങൾ പരക്കുന്ന പോലെ when the rays comes, മുഴുവൻ ലോകത്തിലും ഏകാധിപത്യ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കും. there will be dictatorship in the whole ഞാൻ world. പറഞ്ഞില്ല, നാളെ രാഹുൽ ഗാന്ധി വന്നാൽ പോലും ഇതേ അനുഭവമായിരിക്കും ഉണ്ടാകും. Even the Rahul Gandhi comes tomorrow, same thing will happen. അപ്പുറത്തേക്ക് പോകാനുള്ള സമയമില്ല. There is no time to go ഈ beyond that. ഏകാധിപത്യ ശക്തിയിൽ കൂടെ തന്നെ പോകും. They will go through this democratic powers. അത് തിരുവനന്തപുരം പറയുന്നുണ്ട്. We can see that in the word of God. രാജാവ് അവൻ തന്നെത്താൻ ഉയർത്തി തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. He will exalt himself. ആരാ തന്നെത്താൻ ഉയർത്തുന്നത്? Who will exalt himself? യെശയ്യാ 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Isaiah 14, അവിടെ പിശാച് സാത്താൻ പറയുന്നു, Satan says, ഞാൻ സ്വർഗത്തിൽ കയറും, I will rise to heaven, ഞാൻ അത്തിനോട് സമനാകും, I will be equal to the ഞാൻ Almighty, എന്നത്തിന് ഉയർത്തും. I will exalt myself. അപ്പൊ സ്വയം ഉയർത്തുന്നതാണ് ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. The exalting themselves is അത് Antichrist. ദൈവമക്കളായി നമ്മൾ ശ്രദ്ധിച്ചോളാം. And we have to be careful വിശ്വാസം about വിട്ട് that. താമസിക്കുന്നവരും When we are living in the faith of വിശ്വാസികൾ God, ഓർത്തണം, സ്വയം പുകഴ്ചയും if we self-praising, തന്നെത്താൻ ഉയർത്തുന്ന ആത്മാവാണെങ്കിൽ self-exalting spirit, നിങ്ങളിൽ ക്രിസ്തുവിന്റെ ആത്മാവല്ല, it is not spirit of Christ. എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. It is a spirit of അത് ഏത് Antichrist. സ്ഥാനത്തിരിക്കുന്നവർക്കായാലും ശരി, Whatever the position they are, വലിയ അപകടമായി തീരും. they will be in danger. അവസാനം സ്വയം താഴ്ത്തപ്പെടേണ്ടി വരും. At the end, they have to go down. വായിക്കാം. രാജാവ് ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും നോക്കണം, അതിന് അവന്റെ മേലൊരു ദൈവം ഇല്ല, ഞാനാണ് ദൈവം. I am the God, he says. അങ്ങനല്ല ഹിറ്റ്ലർ, സദാം, Hitler, ഇങ്ങനെയുള്ള Saddam Hussein. നേതാക്കന്മാർ പണ്ടും വ്യാപിച്ചപ്പോൾ The many leaders came, അവരങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു. they declared like this. മുസോളിനി, In Mussolini, പലരും അങ്ങനെ സ്വയം ദൈവത്തെ. the many people served. നെബൂഖദ്നേസർ രാജാവ്, Nebuchadnezzar, എർദോഖാൻ, ഇപ്പോൾ അതും കുറച്ചുകൂടി വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ തുർക്കി, Turkey, Erdogan also. അതിനു മുമ്പായിട്ട് മംഗോളിയൻസിന്റെ എന്തുവാ ജംഗിസ് ഖാൻ. Genghis Khan of Mongolia. ഈ സ്പിരിറ്റ് എല്ലാ കാലവും വ്യാപിച്ചിട്ടുണ്ട്, They have this spirit, പക്ഷെ നിലനിന്നില്ല. but it's not കാരണം staying. സമയമായില്ല. There is no time. പക്ഷെ ഇപ്പോൾ സമയം Now the time വന്നുകൊണ്ടിരിക്കും. come. കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ കോപം, Until the wrath of the God. ദൈവത്തിന്റെ ക്രോധം നിവർത്തിക്കുന്ന സമയം വരെ Until the end of the wrath of the God. അവൻ എന്ത് വിചാരിച്ചാലും നടക്കും. He can do whatever പക്ഷേ he ഈ wants. കാലത്തിൽ ഗുണം, The benefit of this place, മതങ്ങളെല്ലാം ബാൻ ചെയ്യും. all the religion will be crushed. കത്തോലിക്ക മതം മുതൽ Catholicism നമ്മുടെ വെള്ളാപ്പള്ളിയുടെ മതവും and the Vellapalli's religion, സകല മതങ്ങളും ഇല്ലാതാകും. all the religion will be മതം destroyed. പറയുന്നവന് തല വെട്ടിക്കളയും. There is no religion at all. പിന്നെ ക്രിസ്ത്യാനിതിനെ പഠിക്കുന്നത് Why there is no Christianity? 2024 ഇലക്ഷൻ കഴിയുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നതാണ്. എന്തോടെ ബന്ധുക്കോസുകാരാ, നിനക്ക് മതം ഉണ്ടെങ്കിലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. You don't have the religion, but നിനക്ക് TPM മാർഗ്ഗക്കാരനാണെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യം. if you from the TPM way, you don't have നീ fight. TPM മതക്കാരനാണെങ്കിൽ നീ If you have പേടിക്കും. TPM religion, ഇവിടെയുണ്ട് മതം. here there is a religion also TPM ൽ here. ഒരു കൂട്ടർ മതക്കാരാ, There is a religious people in TPM അതുകൊണ്ടാണ് also. അവർ പേടിക്കുന്നത്. That's why they are afraid. മാർഗ്ഗക്കാർക്ക് എന്തോ പേടിക്കാൻ. When people are in the way, they don't have afraid. ഇവിടെ കൊമ്പത്തിരിക്കുന്ന പക്ഷി The bird upon the branch, താഴെ നിന്ന് വിളിച്ചു പറയാ, എടാ ചില്ല ഉടയാൻ പോകുന്നു, നീ വേഗം സൂക്ഷിച്ചോളാൻ പറഞ്ഞാൽ the branch is going to fall, you have to careful, കിളി താഴെ നിൽക്കുന്ന നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. and the parrot will laugh at the person down. പഠിച്ചോളും. Okay, 84 ചില്ല ഉടയും. 84 it will break. Then you will land. ചില്ല ഒടിഞ്ഞ് താഴത്തവന്റെ തലയിലോട്ട് വീണ് അവന്റെ തല കുട്ടി. The
branch will come down to the person to the down, പക്ഷി തിരിച്ചുകൊണ്ട് പറന്നും പോയി. but the bird will fly away. അപ്പോൾ യഥാർത്ഥ ദൈവമക്കൾ പറക്കാൻ പോവാ. The children of the God will fly away. മതത്തിന്റെ കീഴിലുള്ള വേലക്കാരും വിശ്വാസികളുടെ പോലും വിടാൻ പോവാ. The workers and believers under the religion are going to follow. മതമില്ലല്ലോ, There is no religion for us. നമ്മൾ മാർഗമല്ലോ. We are under a way. ഇതിങ്ങ് വളർന്ന് വളർന്ന് മതമായെന്നേ. It grows, become a religion. ഒരുപാട് കസേരയുണ്ട് TPM-ൽ. Many chairs are there in TPM. കസേരയിൽ ഓരോ പോസ്റ്റുകളാണ്. There are a lot of posts. ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് I പറഞ്ഞത്. am seeing all these things. ഞാൻ വന്നത് റോമൻ കത്തോലിക്കായിരുന്നു. I came from Roman Catholic. അവിടത്തേക്കാൾ വലിയ കസേരയൊന്നും ഇവിടെ കണ്ടിട്ടില്ല. There is no big chairs than അപ്പോൾ there. ഇവിടുത്തെ കൊച്ചു കസേരകളും ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. These small chairs getting strengthened here. അതൊക്കെ ഇരിക്കുമ്പോൾ ചിലർക്ക് ഭാവം മാറുകയാണ്. When the people sitting the throne, they become authoritative. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. That's why I am saying this. ഇവിടെ അല്ലാത്തവർക്ക് എന്തോ വരാനാണ്. Other people's what is the അവർ problem? കൊമ്പൊടിഞ്ഞാലോ 2024 ഭരണം മാറിയാലോ If that party change, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. our kingdom is in ഈ heaven. ലോകത്ത് ഞങ്ങൾക്ക് സ്ഥാനമില്ല. There is no place in this world. എനിക്കായൊരു തമസമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നവൻ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാനിനി. ഹല്ലേലൂയ. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. The Pentecostal people, I am saying, one thing. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് റോമൻ കത്തോലിക്ക. The religion, the world is a Catholic. അവിടെയും കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. I have learned something there ആ also. മതം നിങ്ങൾക്ക് വേണ്ട. And you don't need that religion. നിങ്ങളിപ്പോൾ വളർന്ന് വളർന്ന് മതമായി മാറുകയാണ്. You are growing to your religion. കസേര, കൊച്ചു കസേര, വലിയ കസേര, There's a throne, chairs. ഇങ്ങനെ പല കസേരയ്ക്കും ബലം കൂടുന്ന കാരണം Many chairs are getting എല്ലാം വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച് ദൈവേഷ്ടം ചെയ്യാൻ പഠിക്കുക. put all these chairs aside, അല്ലെങ്കിൽ and ആ ചില്ല നിന്റെ തലയിലോട്ട് ഒഴിഞ്ഞു. otherwise that branch will come out. മേളിരിക്കുന്ന പക്ഷിയെ നോക്കി നീ പരിഹസിക്കുക. And you are mocking at the bird. ആ പക്ഷികൾക്ക് നീ ഉപദേശം കൊടുക്കുക. And you are giving doctrine to the bird. നിന്റെ തലയിലോട്ട് വീഴാൻ പോവാ. But that branch is going to fall under your head. And the bird will fly. എടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് പറന്നു The പോകുമ്പോൾ prepared saints will fly away. കസേരയെ മുറുകെ പിടിക്കുന്നവരും The peoples with the chair, ദൈവേഷ്ടം ചെയ്യാതെ കസേരയെ മുന്നിൽ കണ്ട് വേല ചെയ്തവരും they are working with the chair. അറിയാച്ചാ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രമോഷൻ കിട്ടത്തില്ല കേട്ടോ. Otherwise you will not get the promotion. ഈ പ്രമോഷൻ മുന്നിൽ കണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാത്ത വേലക്കാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. The workers, you are not doing the will of God. You നിങ്ങൾ will be in ദൈവേഷ്ടം danger. ചെയ്യുമ്പോൾ If you do the will of God, നിങ്ങളുടെ മതം തന്നെ നിങ്ങൾക്കെതിരാകും. your religion will be against you. നിങ്ങളുടെ കൂട്ടുവേലക്കാർ Your നിങ്ങൾക്കെതിരാകും. co-workers will be against you. ഇതിനെല്ലാം ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ To overcome, you have to move forward. അതെല്ലാം ഇത് പണ്ട് വേഴത്തെ പോലെ തലമുടിച്ചു കൊടുത്ത് Otherwise you go down. എല്ലാം അടിമകളായിട്ട് ജീവിക്കേണ്ടവരല്ല. It is not that you have to നടത്തിപ്പ് like a വേറെ. slave. Leading is different. ശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഇവിടെ ഉണ്ട്. The leading of the Holy Spirit is അതിന് there. കീഴ്പ്പെടണം. You have to be പക്ഷേ obey that. കസേര മുന്നിൽ കണ്ടുകൊണ്ട് But seeing chair, പ്രമോഷൻ മുന്നോട്ട് for കണ്ടുകൊണ്ട് the seeing നീ promotion, അടിമയെ പോലെ ജീവിച്ചാൽ if you leave a slave, അവസാനം നീ അടിമയായി പോകും. at the end you will be a കാരണം slave. നീ ദൈവേഷ്ടം ചെയ്തില്ല. Because under the will of God. അങ്ങനെയുള്ള വേലക്കാരെ വിശ്വാസികൾ നോക്കിയാണ് യേശു പറയുന്നത്. That kind of workers and believers, Jesus says, അക്രമക്കാരെ "O wicked people, എന്നെ വിട്ട് അകന്നു പോകും. you go away from me. ഞാൻ നിങ്ങളെ ഒരു നാളും I അറിയാം. don't know you any അയ്യോ time." കർത്താവേ, Oh God, ഞാൻ TPM വേലക്കാരനാണ്. I am a worker in the TPM. സൺഡേ സ്കൂൾ ടീച്ചറാ. I am a Sunday school teacher. ഓഹോ, നിങ്ങൾ എന്താ ചെയ്തത്? What you have done for me? എന്നെ പ്രസാദിപ്പിച്ചു. Did you please me? എന്റെ ഇഷ്ടം ചെയ്തോ? You did the will of എന്റെ me? സുവിശേഷം അറിയിച്ചോ? Did you share my gospel? ട്രാക്ട് കൊടുക്കാൻ മടിക്കുന്നവന്മാരാ. Even you are not giving the tract. ഞാൻ ചില വേലക്കാർക്കെല്ലാം പൊതുകണക്ക് ട്രാക്ട് കൊടുക്കും. I used to give tracts to ഇവർക്ക് some workers. നാണവും പേടിയാണ്. They have fear ഈ and some ട്രാക്ട് shame. ബുക്ക് കൊടുത്താൽ If you give the tracts, പണിഷ്മെന്റ് വരുമെന്നാണ് അവർ വേണം. there's a punishment. They ഇവിടെ think. ഞാൻ ഈ വർഷം 42 ഇതെല്ലാം കൊടുത്തു തീർത്തിട്ട് എനിക്കൊരു പണിഷ്മെന്റ് All these 42 years, I am giving tracts. There's a ഈ punishment for me. പാസ്റ്റർമാർ എല്ലാ കാലത്തും എനിക്ക് സപ്പോർട്ട് ചെയ്യാം. Chief pastors are supporting ഞാൻ ഈ me. TPM-ലെ പാസ്റ്റർമാർ എനിക്ക് ബഹുമാനമുണ്ട്. I have the honor of the chief അവരെന്റെ pastors. എല്ലാ നല്ല പ്രവൃത്തികൾക്കും എന്നും സഹായികളായിട്ടിരുന്നു. They help me in my good works. പിന്നെ കേരളത്തിലെ കുറെ ചോട്ടാ നേതാക്കന്മാർ ചിലപ്പോൾ കാട്ടാൻ കാണിക്കാറുണ്ട്. Some local leaders in Kerala find അത് against അവരുടെ me അറിവില്ലായ്മ. because of the ignorance. അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം. You have to be careful. നിന്നെ ഏൽപ്പിച്ച വേല The word പാസ്റ്റർ എൻ ജെ മാത്യു ട്രാക്ട് കൊടുക്കുമ്പോൾ Pastor M.J. Matthew gives അദ്ദേഹത്തെ പരിഹസിച്ച വേലക്കാരെ എനിക്കറിയാം. some workers mocked at him. നീ പിന്നെ എന്തിനാ വേലയ്ക്ക് വന്ന്? Why you came here ഇവിടുത്തെ സുഖം അനുഭവിക്കാനോ? to feel the pleasure ഇവിടുത്തെ കസേര വാഴാനോ? for the chair? സൂക്ഷിച്ചോണം You കേട്ടോ. have to be careful. ഓരോരുത്തരും സൂക്ഷിച്ചോണം. Everybody has to be careful. ഒരിക്കൽ ഞങ്ങളൊരു സമേതാപല വെച്ചപ്പോൾ One day we have രണ്ട് done some വിശ്വാസി സഹോദരികൾ ആ സഭയിലെ കേമികളാ. some two worker believers. ഇവർ ഈ ട്രാക്റ്റും പുസ്തകമെല്ലാം കൊണ്ട് ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒളിച്ചു വെച്ചിട്ട് They put these tracts under some വീട്ടിൽ staircase പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം and they went to the house and ഉച്ചയ്ക്ക് slept. എല്ലാവരും വന്നപ്പോൾ ഇവരും വന്നു. After the lunchtime they came. ട്രാക്റ്റ് എല്ലാം തീർന്നു. We finished our this മുഖം one. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് തേടാണ്. I understood there is a problem. അറിയില്ല. I didn't know. അടുത്ത ആഴ്ചയിൽ After next week അവളുടെ മകൾക്ക് പിശാചി there is a spirit entered to the daughter. വട്ടളകി. Suddenly mad. She became, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. they went to the Trivandrum.
മാസങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. The very months they have stayed in the hospital. അവസാനം കല്യാണം കഴിക്കാൻ ആളില്ല. At the end, there is no one to പിന്നെ marry. കല്യാണം കഴിച്ചു, അത് ഡിവോഴ്സ് ആയി. And the one person married and the ദൈവത്തോട് divorce. കളിക്കരുത് കേട്ടോ. Do not play with ദൈവത്തോട് God. കളിക്കരുത്. Do not play with God. നിന്നേക്കാൾ വലിയ കളി ദൈവത്തിനറിയാം. God knows a big game. അവിടെ സൂക്ഷിച്ചു വേണം ദൈവത്തെ കാര്യത്തിനോട് ഇടപെടാൻ. You should be very careful in the God's matter. ദൈവികമായ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഹൃദയപരമാർത്ഥോ അല്ലെങ്കിൽ ആ കാര്യത്തിനെ പോകരുത്. The God's matter, you have to be very. അവിടെ നിന്റെ അഭ്യാസവും ദ്രവ്യാഗ്രഹവും തട്ടിപ്പും വെട്ടിപ്പൊന്നും കൊണ്ടുപോകരുത്. Your covetousness should not go with the God's word. ട്രാക്ടർ നമ്മുടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ട്രാക്ടർ അടിച്ചു We കൊടുത്താൽ spend many ചിലര് money. വാങ്ങിച്ചു എന്ന് വേണ്ടെന്ന് പറയണ്ടേ. They should say that I അത് don't want. വാങ്ങിച്ചുകൊണ്ട് ചിലടത്ത് ഒളിച്ചു വെക്കുക, They brought and hide somewhere. ചിലടത്ത് കൊണ്ടുപോയി അവര് വേറൊരാൾ കൊടുക്കുക. ഇത് ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ TPM മതക്കാരാ. We are the religious ഞാൻ people. നാളെ of the സെൻട്രൽ people. പാസ് ആകാൻ പോകുന്നതാണ്, അതുകൊണ്ട് Tomorrow I am going to become a ശരിയാക്കി. center pastor. I don't want എനിക്ക് to do this. അസിസ്റ്റന്റ് പോസ്റ്റ് കിട്ടണം, അതുകൊണ്ട് ഇതൊക്കെ കൊടുത്താൽ I want the നീ person നാളെ of കിട്ടാതെ. I don't want നീ this. സൂക്ഷിച്ചു. You have to be careful. അവസാനം ദൈവം നിന്നോട് പറയും, The God will ask, ഞാൻ നിന്നെ ഒരു കാലത്ത് I don't know you. നീ എന്റെ വേല ചെയ്തില്ല, You didn't do നീ my ഇവിടെ വന്ന് work. കസേരയ്ക്ക് വേണ്ടി ജീവിച്ചു, You lived for the church. പ്രൊമോഷന് വേണ്ടി ജീവിച്ചു, You lived for the അതുകൊണ്ട് നിന്നെ ഞാൻ promotion. ഒരു നാളും അറിയുന്നില്ല. I don't know you. അങ്ങനല്ലേ 7:31. That's what it ഈ says. കർത്താവ് ഞങ്ങൾ പ്രവചിച്ചു, അന്യഭാഷ പറഞ്ഞു, പിന്നെ കൂട് കാച്ചി കൊടുത്തു, തുണിയിലേക്ക് കൊടുത്തു, ഒക്കെ ശരിയാ. We prophesied. Everything അത് is നിങ്ങൾ correct. തമ്മിൽ ചെയ്ത് നിങ്ങൾ സന്തോഷിച്ചു. You do for yourself. നിങ്ങൾ കൂടി സന്തോഷിക്കുക, You enjoyed. നിങ്ങളുടെ ഇഷ്ടം ചെയ്യുക. You do your will. എൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല. You didn't do my will. നിങ്ങൾ സംഘം കൂടുക, You become an association നിങ്ങളുടെ കമ്പനി പെടാത്തവരാണ് അവരെ പായിക്കുക, and you throw other people's. അവരെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അവരെ ഒഴിവാക്കുക. You find faults and you നിങ്ങൾക്ക് avoid them. ഇഷ്ടമാണെങ്കിൽ 99 കുറ്റം ഉണ്ടെങ്കിലും അവൻ നല്ലവനാണ്. If we like them, with the ഇതൊക്കെ 99 പറയുന്ന faults, വേലക്കാർ സൂക്ഷിച്ചോണം, the workers remember. നിന്നെ ഒരു കാലത്തും അറിയത്തില്ലെന്ന് യേശു തീർത്ത് God will തീർത്ത് say പറയുന്ന പറഞ്ഞിരിക്കുന്നത്. Finally, he will say, അതുകൊണ്ട് you അതുകൂടെ know you. ഓർക്കണം. ഇവിടുത്തെ പ്രൊമോഷനും സന്തോഷത്തിനും വേണ്ടി പോകുന്നതിന് മുമ്പേ Not for the promotion of this world, ദൈവേഷ്ടം ചെയ്യാൻ to do തീരുമാനിച്ചു. the will of God. അതാണ് ദൈവം പ്രസാദിക്കുന്നത്. That's what God will please him. ഇല്ലെങ്കിൽ നോക്കുക, വായിച്ച് ദാനിയേൽ 11:42 വായിച്ച്. Daniel 11:42. അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും, മിസ്രയീം ദേശവും ഒഴിഞ്ഞു പോകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രയീമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലുബ്യരും കൂശ്യരും അവന്റെ അനുചാരികളായിരിക്കും. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവൻ വിചാരിക്കുന്നത് ഇനി ആയുഷ്കാലം മുഴുവൻ യെരൂശലേമിൽ വാഴാം. And every day he can reign in Jerusalem. എന്ന് യെരൂശലേമിൽ കൊണ്ട് മണിപ്പന്തലിടും. He will make a tent in Jerusalem. മണിപ്പന്തൽ മനസ്സിലാകും. You do understand what is ഹണിമൂൺ. It's a honeymoon place. ഞങ്ങൾ ഇനി ഹണിമൂൺ ആരംഭിക്കാൻ We പോകും. are going to celebrate honeymoon in Jerusalem. അപ്പോഴാണ് ദൈവത്തിന്റെ ന്യായവിധി. Then the judgment of the God will come. അപ്പൊ ഇവന്റെ കൂടെ According to രാജ്യങ്ങളെ പറ്റി പൂത്തിയരെ ലൂത്തി എന്നൊക്കെ പറയുന്നില്ലേ, some kind of peoples, the kingdoms. ഇത് മനസ്സിലാക്കണമെങ്കിൽ You have to understand എസെക്കിയേൽ 38 അധ്യായത്തിന്റെ Ezekiel 38. 5-ാം വാക്യത്തിൽ ഈ പേർഷ്യക്കാർ ഇറാനെ പറ്റി പറയുന്നുണ്ട്. വായിച്ചേ. Fifth verse we can see about these Iranians. എസെക്കിയേൽ പറയുന്നത് 38-ന്റെ 5-ാം വാക്യം. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച പാർസികൾ അപ്പൊ പാർസികൾ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ, ഇറാൻ ഒരു മുഖ്യമായ ഘടകമുണ്ട്. The Persians, Iran has an important ഇസ്രായേലിനോട് role യുദ്ധം ചെയ്യുവാൻ to fight against Israel. റഷ്യയുടെ കളി നടത്തുന്നത് ഇറാൻകാരാണ്. The Iran plays the game of the Russia. റഷ്യ ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുക. Now the Russia is broken. ചെളിപ്പുള്ളതായി ഇറാനെ മുൻനിർത്തി റഷ്യ കളിക്കാൻ They പോകും. put Iran in front and they play the game. അങ്ങനെ റഷ്യ, ഇറാന്, Now the Russia and Iran ആഫ്രിക്കൻ രാജ്യങ്ങള്, and African countries, ഇങ്ങനെ കുറെ രാജ്യങ്ങളെല്ലാം all these ചേർന്ന് countries together, തുർക്കി, Turkey, ഇതെല്ലാം കൂടെ ചേർന്ന് all this together, സിറിയയിൽ തമ്പടിച്ചുകൊണ്ട്, they will be placed in സിറിയ Syria. ആണ് ഇവരുടെ കേന്ദ്രസ്ഥാനമായിക്കൊണ്ട് The capital is Syria. ഇസ്രായേലിനെ തകർക്കാൻ തുടക്കുകയാണ്. They will fight against Israel. ഇസ്രായേൽ ഹമാസിനെ തകർത്തു, And when they ഗാസ Damascus, ഒരുപക്ഷെ ലെവലാക്കിയെങ്കിലും they put Gaza down. സിറിയ അങ്ങനെ പെട്ടെന്ന് കിടങ്ങത്തില്ല. Syria, they cannot. കാരണം സിറിയയിൽ നിന്ന് ഒരുത്തിന് എഴുന്നേറ്റ് വരും എന്നാണ് A person will come from ഈ Syria. പറഞ്ഞ എതിർ ക്രിസ്തു This Antichrist, സിറിയയിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. some people say he can come from Syria. അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, There's a verse like this. അവൻ സിറിയ ദേശത്തു നിന്ന് വരുമെന്നാണ്. വായിച്ചേ, നഹും 1:11 വായിച്ചേ. Nahum ഈ 1:11. നഹും പുസ്തകവും Nahum book, യെശയ്യാ പ്രവചനത്തിലെയും the prophecy of Isaiah, എസെക്കിയേൽ പ്രവചനം ചേർത്ത് പഠിച്ചാൽ Ezekiel we read ഇവന്റെ together, സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് കാണാൻ we കഴിയും. can understand here about his വായിച്ചു kingdom. 1:11, നഹും 1:11. 1:11 of Nahum. യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് നോക്കണം, പുറപ്പെട്ടിരിക്കുന്നു. നിസ്സാരത്ത്, അവൻ അല്പനാണ്, He is a very simple പക്ഷെ അവന് person. വാ ഭയങ്കരമായിരിക്കും. He is a very cruel ഈ person. നിസ്സാരത്വം പറയുന്ന ഇവൻ This person simple, നിന്നിൽ നിന്ന് വരുമെന്നാണ്. he'll come from you. കാരണം നഹും പ്രവചനം നിനവയെ കുറിച്ചാണ്. Nahum about the Nineveh. നിനവയുടെ 1-ാം വാക്യം പറയുമ്പോൾ Nineveh 1:3 it says, ദൈവം നിനവയോട് ഒരു പ്രതികാരമുണ്ട്. God has a revenge against 1:3 Nineveh. വായിച്ചേ. നഹും 1:3.
യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മേഘം അവന്റെ കാൽക്കീഴെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ ഭസിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമ്മേലും വരളുന്നു. ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. നോക്കുക, ദൈവം നിനവയോട് അസീറിയയുടെ ഒരു പ്രതികാരം അവസാനത്തിലുണ്ട്. There is a revenge for against Assyria. അസീറിയയിൽ നിന്നാണ് ഈ നേതാവ് വരാൻ സാധ്യത. From Assyria, this leader will come. പക്ഷേ ഇവൻ ഒറിജിനൽ അസീറിയക്കാരനുമല്ല. He is not a original ഇവൻ Assyrian. യഹൂദ സങ്കരമാണ്. He is from an Jew. BC 700 കാലയളവിൽ In BC 700, 10 ഗോത്രങ്ങളും അസീറിയയിലേക്ക് പോയി. 10 tribes of Israel went to അന്ന് മുതൽ Assyria. സങ്കരവർഗമായിട്ട് മാറിയിരിക്കുക. They became a mixed people. അത് മാത്രമല്ല, From not only that, ഈ ഓട്ടോമൻ ഭരണകാലത്ത്, with the Ottoman emperorship, അതുപോലെ തന്നെ ഇത് ജംഗിസ് ഖാന്റെ മംഗോളിയൻ ഭരണകാലത്ത് the Mongolian kingdom, അനേകര ഈ സിറിയയിൽ നിന്ന് many people from Syria യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. taken to the European അങ്ങനെ countries. യൂറോപ്യൻ രാജ്യങ്ങളിൽ In European countries, യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ in the European ഈ countries itself, സിറിയ സങ്കരവർഗമായ യഹൂദന്മാർ ഒരുപാടുണ്ട്. the mixed people from Syria is there. അതുകൊണ്ട് യഹൂദ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുത്തനായിരിക്കും ഈ ആന്റി ക്രൈസ്റ്റ് എന്ന് പലരും പറയുന്നു. The Antichrist will be with the background of the ഒരുവേള Jew. മേ ബി അങ്ങനെ ആകാം, Maybe, അങ്ങനെ ആകാം. Maybe it കാരണം could be. യഹൂദനെ സംബന്ധിച്ച് according to Jew, യഹൂദ നേതാവിനല്ലാതെ അവൻ ആർക്കും കീഴ്പ്പെടത്തില്ല. they will not follow only the Jew ഒരു people. ജാതി എന്നൊരു നേതാവ് വന്ന് യഹൂദൻ പറഞ്ഞ അവൻ സമ്മതിക്കത്തില്ല. They will not obey any from the heathen. അവൻ ഈ സങ്കരമായതുകൊണ്ട് Because he is a mixed person. അവന്റെ അപ്പൻ യഹൂദനാണെങ്കിൽ മതിയല്ലോ. Even his father is a Jew, he can ഇങ്ങനെ understand. സങ്കരവർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ അതിനകത്തുണ്ട്. There are many mixed people are there. അതുകൊണ്ടാണ് അവൻ നിന്നിൽ നിന്ന് തന്നെ വരും. വീണ്ടും വായിച്ച 11-ാം വാക്യം, യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നിന്നിൽ നിന്ന് പുറപ്പെട്ടു He will വരും. come from you, അസീറിയ, from Assyria, നിനവയിൽ നിന്ന്. from Nineveh. അതുകൊണ്ട് നിനവയോട് ദൈവത്തിന് വലിയ പ്രതികാരമുണ്ട്. God has a revenge against Nineveh. അത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. We can see that. കാരണം Reason, ഈ നിനവയോട്, because to this അത് Nineveh, അസീറിയ, ഒരു Assyria, ക്യാപ്റ്റിവിറ്റിയെ പറ്റി പറയുന്നു. there is a captivity for യെശയ്യാ them. 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിച്ചു. യെശയ്യാ 10:24. Isaiah 10:24. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, അശ്ശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും. നോക്കണം, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ. The people who dwells in Zion. അതായത് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിലാണ് ഇസ്രായേൽ ജനത്തിന്റെ വാസം. The Israel people is dwelling in the place of Zion. ഇസ്രായേൽ ദുർമാർഗികളല്ല, Not the evil people. സത്യത്തിന് വേണ്ടി The ജീവിക്കുന്നു. people who live for truth. ഇതിന്റെ ഒരു ആത്മീയ വശമാണല്ലോ നമ്മൾ പ്രസംഗിക്കുന്നത്. There is a spiritual thing we are. അതാണ് ആത്മീയ സിയൻ, There is a spiritual Zion. ആത്മീയ യെരൂശലേം. Spiritual Jerusalem. അതോടെ ഇരിക്കണം, വീട്ടിൽ നോക്കാം. അപ്പോൾ ഈ സിയോനിൽ വസിക്കുന്ന, പർവ്വതത്തിൽ വസിക്കുന്ന എൻ്റെ ജനമേ, അശൂറിനെ നിങ്ങൾ ഭയപ്പെടരുത്. You should not afraid of Assur. അശ്ശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രയീമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരലോങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. അശൂർ നിമിത്തം നിനക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ പോവുകയാണ്. There is a tribulation from Assyria. ഇസ്രായേലിന് For the Israel people, സിറിയയിൽ നിന്ന് വരുന്ന ഒരു അറ്റാക്ക് ഉണ്ട്. there is an attack from ആ Syria. സിറിയയിലേക്ക് വരാൻ വേണ്ടിയാണ് To come to that Syria, റഷ്യ ഇപ്പോൾ ഉക്രൈൻ പിടിക്കുന്നത്. they say they are capturing Ukraine. കരിങ്കടലും സിറിയയും കൈവശമായി കഴിഞ്ഞാൽ They say God these two places. ഇസ്രായേലിനെ ഈസിയായിട്ട് ആക്രമിക്കാമെന്ന് ഒരു വിചാരിക്കുന്നു. They can capture Israel very easily. അതിനുവേണ്ടിയാണ് ഒരു കാരണമില്ലാതെ ഉക്രൈനെ അവർ ആക്രമിച്ചത്. That's why they are capturing this Ukraine. അങ്ങനെ അവർ സിറിയയിൽ വന്ന്, When they come to Syria, സിറിയയിൽ നിന്ന് ഈ നേതാവ്, their leader from Syria, ഈ പറഞ്ഞ യഹൂദ ചൊവ്വയുള്ള he has this ഒരു Jew ആന്റി background. ക്രൈസ്റ്റ് സിറിയൻ വംശത്തിൽ തന്നെ വരും. He came from Syria. അവൻ സിറിയ കം ജ്യൂസ് ആയിരിക്കും. He will be a Syria and Jew. അതുകൊണ്ടാണ് എല്ലാവരെയും അവന് വശീകരിക്കാൻ കഴിയുന്നത്. So he can attract every people. അങ്ങനെ അവൻ രാജ്യം സ്ഥാപിച്ച് He will make a kingdom ഇവരെ ഇസ്രായേലിനെതിരായിട്ട് മാറും. and they will become against 3 വർഷം Israel. കഴിയുമ്പോൾ After 3.5 years, അവൻ ഇസ്രായേലിനെതിരായിട്ട് വരും. and he will go against കാരണം അവനെ Israel. വ്യാപിക്കുന്നത് Because the spirit in him സാത്താന്റെ is സ്പിരിറ്റ്. Satan's spirit. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. That's why warning is given. കാരണം അതിന്റെ 1-ാം വാക്യത്തിൽ നിനവയെ കുറിച്ചുള്ള പ്രവചനം എന്നാണ് വായിച്ചതെന്ന്. നിനവയെ കുറിച്ചുള്ള പ്രവാചകം. നിനവേ എന്ന് പറഞ്ഞാൽ അസീറിയ. Nineveh means അതിന്റെ Assyria. ക്യാപിറ്റലാണ് നിനവേ. It's a Nineveh. ഈ അസീറിയൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ This kingdom of Assyria means അതിൽ ഇറാഖും ഇറാനും എല്ലാം അതിനകത്ത് കയറി വരുന്നു. Iraq and Iran, everything is together. ഇറാഖ് ആ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നാണ് ഈ അസീറിയൻ രാജ്യം. All these nations will come under this Iran. അപ്പൊ അത് ഇന്ന് പറയുന്ന പോലെ കുറേ പിരിഞ്ഞു പോകണമെങ്കിലും It is not today's countries. ഇറാഖ് ഉൾപ്പെടെയുള്ളത്, ഇറാഖിന്റെ അതിർത്തിയല്ലേ നിനവേ എന്ന് പറയുന്നത്. The Nineveh is the border of Iraq. അപ്പൊ ഇറാഖും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. The Iraq also comes inside. ആന്റിക്രൈസ്റ്റ് ഭരണത്തിൽ In the time of Antichrist, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ the kingdom of Babylon, അതിന്റെ ബിസിനസ് സെന്റർ, the business center of the വേൾഡ് Babylon, മാർക്കറ്റ് world market ഇറാഖിലാണ്. is in അപ്പൊ ഇറാഖ്, സിറിയ ഇതെല്ലാം കൂടെ ചേർന്നാണ് അവന്റെ ഭരണം വരുന്നത്. Iraq and Syria, everything is going to be under his control. റഷ്യയും ഈ പറഞ്ഞ പേർഷ്യൻ രാജ്യം എല്ലാം കൂടെ ചേർന്ന് That's why Persia and Russia, ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നതാണ്. they are capturing against അവരെ Israel. കുറെ ഉപദ്രവിക്കും. And they will ഇസ്രായേലിന് കഠിനമുണ്ടാകും. make some problems. ഭയപ്പെടണ്ട, വായിച്ചേ. They are not afraid.
മിസ്രൈമിലെ വിധത്തിൽ അശ്ശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരലോങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട. അവനൊരു സമയം മാത്രമേ ഉള്ളൂ. Until a small period. അടുത്തത് ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും. അവന്റെ സംഹാരവും, എന്റെ ക്രോധവും അവന്റെ സംഹാരവും My wrath, അവന്റെ മേൽ വരികയും it will come upon him. അത് എഴുതിയിട്ടുണ്ട്. Where it is written, എസെക്കിയേൽ 38 അധ്യായം വരുമ്പോൾ Ezekiel 38 it is read, അതിന്റെ 8ാം വാക്യത്തില് in the 8th verse, 1ാം വാക്യത്തിൽ വരുമ്പോൾ ഗോഗ് മാഗോഗ്, one Gog Magog, റോഷ് മേഷക് എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട്. all these nations it's അതിന്റെ written, 8, 15, 16 വാക്യത്തിൽ 8, 15 and 16, ഈ ഇസ്രായേലിലേക്ക് ഇവരെ കൊണ്ടിരുന്ന, they will come to this Israel. അവരെ താടിയല്ലിൽ ചൂണ്ട കൊളുത്തിട്ട് കൊണ്ടിരുന്ന പോലെ They will put them here. ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല എന്തിനാ വരുന്നത്. They will don't know why they are അങ്ങനെ coming ഈ here. രാജ്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇസ്രായേൽ കൊണ്ടുവന്നു. All these nations will come to the Israel. ഇസ്രായേലിൽ സൂക്ഷിപ്പുള്ളവരെ That the remnant of Israel, മുദ്രയിട്ട് they will seal അവരെ അവിടുന്ന് മാറ്റും. and they will go away. നോക്കണം, ആദ്യ ഫലങ്ങളെ അവിടുന്ന് മാറ്റും. And the first fruit will be. ഈ യുദ്ധം നടക്കാൻ പോകുന്ന ഇസ്രായേലിൽ This war will be happening in Israel. ഹർമദോൻ എന്ന് പറഞ്ഞ യുദ്ധം യഹോശാഫാത്ത് താഴ്വരയിൽ In the Jehoshaphat ഈ valley, സൈന്യങ്ങളെല്ലാം 10,000 കോടികൾ നിരക്കുമ്പോൾ all the host of people will be there. അവിടെയുള്ള ദൈവത്തിന്റെ ജനത്തെ ഇസ്രായേൽ ജനങ്ങളെ മാറ്റിക്കളയും. All the Israel people, the God's ദൈവം people will be മുദ്രയിട്ട് removed. അവിടുന്ന് മാറ്റും. The God will be taken. അത് അണ്ടർഗ്രൗണ്ടിലാണോ ഒലിവുമലയുടെ അടിയിലാണോ എന്ന് എനിക്കറിയില്ല. Maybe in Olive Mountain or underground. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു. Many people have their own ആ opinion. 154,000 മുദ്രയിടുന്നതാണ് വെളിപ്പാട് 7-ാം അധ്യായം. This 144,000 sealed is in Revelation 7. ഈ പറഞ്ഞ സംഘങ്ങളെല്ലാം അവിടെ വരും. After all these nations will come അതാണ് there. 38-ന്റെ 8, 15, 16 വാക്യം വായിക്കുമ്പോൾ കാണാം. 38, 8, ഈ 15 we അവസാന can read. കാലത്ത് ചേർന്ന് വന്ന് ഇസ്രായേൽ ദേശത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. And they will come to the Israel. അങ്ങനെ റഷ്യ ഇവിടുന്ന് കിഴക്കൻ രാജ്യമായ ഇന്ത്യയിൽ നിന്നും വരും. All the eastern countries from India also go. ഈ രാജ്യങ്ങളെല്ലാം വരുന്നതിന്റെ ഉദ്ദേശം All these nations will go ഇനി there. വരാൻ പോകുന്ന മനോഹരമായ ഒരു രാജ്യം അവർ കാണുന്നുണ്ട്. They are foreseeing a beautiful ആ nation. രാജ്യം ഭരിക്കണമെങ്കിൽ യെരുശലേം ക്യാപിറ്റൽ ആകണം. To reign that nation, you have to, Israel is a അതിനാണ് capital. അബ്രഹാമിന്റെ സന്തതികളായ ക്രിസ്ത്യാനിയും That's why the Christian people, യഹൂദനും the Jews, അവകാശപ്പെടുന്ന മുസ്ലിമും even the Islam എല്ലാം people, അങ്ങോട്ട് സന്ദേഹം തിരിച്ചിരിക്കും. all people are looking to the ഈ Jerusalem. സകല യുദ്ധപുരുഷന്മാരെ ഇവിടെ കൊണ്ടുവരും. All the people will come there. യഹോശാഫാത്ത് താഴ്വരയിൽ ഇവിടെ In the കിടക്കും. valley of Jehoshaphat, they will come. ആന്റിക്രൈസ്റ്റോടെ മണിപ്പന്തിലിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ They think they can live there ഈ happily. മണിപ്പന്തൽ എന്ന് പറയുന്നത് പർവ്വതത്തോട് ചേർന്നാണ്. It is near to the mountain. ഏതാണ് ഈ പർവ്വതം? What is this യെശയ്യാ mountain? 10:32 വായിച്ചേ. Isaiah 10:32. ഇത് ഒലിവുമല എന്നുള്ള പർവ്വതത്തിനോട് അടുത്താണ് ഇവരുടെ വാസസ്ഥലം. It's the Mount of Olive. യെശയ്യാ 10:32. ഇന്ന് അവൻ നോബിൽ താമസിക്കും. യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന്റെ നേരെ അവൻ സിയോൻ പുത്രിയായ പർവ്വതത്തിന് നേരെ. Mountain of New Jerusalem. അപ്പോൾ സിയോൻ പർവ്വതത്തിനും Zion ഒലിവുമലയ്ക്കും and the Olive ഇടയ്ക്കാണ് Mountain. ഇവന്റെ വാസസ്ഥലം വരാൻ. This is the habitation. അവിടെയാണ് ഇവന്റെ സാമ്രാജ്യം. They are going to make the അങ്ങനെ capital. വാഴാൻ വേണ്ടി അവൻ തയ്യാറെടുക്കുമ്പോൾ When we plan to reign, നോക്കണം, ദൈവത്തിന്റെ പ്രതികാരം തുടങ്ങിയാണ്. the God's revenge will start. യെശയ്യാ 63 വായിക്കുമ്പോൾ Isaiah അവൻ 61. ചുവന്ന ഉടുപ്പ് ധരിച്ച് He with a red garment, വാള് കൊണ്ടുവന്ന് with a sword. ഈ പറഞ്ഞ അന്തിക്രിസ്തുവിന്റെ സൈന്യത്തെ എതിരിടുമെന്നാണ്. The God will come against his Antichrist. അപ്പോൾ അതാണ് നഹൂം കാണുന്ന ഈ പ്രതികാര ദിവസം. That is the revenge day the Nahum sees. നെഹൂമിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് അവന്റെ നുകം. 1:13 വായിച്ച്. ആ കാലങ്ങളിൽ അസീറിയയുടെ നുകം 1:13. ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും. അവന്റെ നുകം, The yoke of Assyria. അസീറിയൻ നുകം എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ നുകമാണ്. The yoke of Assyria means the yoke of അവസാനമായി Antichrist. ഇസ്രായേൽ വരുന്ന നുകം. That's the last yoke upon അത് Israel. യെശയ്യാ 10-ാം അധ്യായത്തിലെ Isaiah 10, അവിടെ പറയുന്നുണ്ട്. it said, അവിടെയും പറയുന്നു അവന്റെ നുകം. the yoke. അസീറിയയോട് പറയുമ്പോഴേ വായിച്ചേ. അന്നാളിൽ 10:37, 36 ചേർത്ത് വായിച്ചേ. 26-27. ഓറേബ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പോക്കും. അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും. മിസ്രയീമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. നോക്കണം, നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. His yoke will be removed from your neck. യെശയ്യാ അധ്യായത്തിന് 10-ാം അധ്യായത്തിലും Isaiah 10, വേറെ 1-2 സ്ഥലത്തിലും another ഈ places, അസീറിയനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. it says about Assyria. അസീറിയന്റെ നുകത്തെ ദൈവം നീക്കും. The God will remove the yoke of അതാണ് ഇസ്രായേലിന്റെ Assyria. അവസാനത്തെ നുകം. That is the last yoke of ആ Israel. യുദ്ധത്തിന് വേണ്ടിയാണ് ഇന്ന് ലോകം ഉയരുന്നത്. All these peoples are അതാണ് preparing for വെളിപ്പാട് that ദിവസത്തിൽ war. പറയുന്ന ഹർമോദോൻ യുദ്ധം. That is the Armageddon battle in the നമ്മൾ ആര് Revelation. പറഞ്ഞാലും ഭ്രമിച്ചാലും അവസാനം ഇതെല്ലാം സംഭവിക്കുന്നു. Whoever tries, it will happen. അങ്ങനെ ഇസ്രായേൽ ദേശത്തിൽ And in Israel, ഈ യുദ്ധത്തിന് വരുമ്പോൾ in this battle, ഇതിന്റെ അവസാനത്തിൽ
In the end, കർത്താവും തന്റെ വിശുദ്ധന്മാരുമായി God with his saints വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ Revelation 19. വെള്ളക്കുതിരപ്പുറത്ത് upon the white അതിന്റെ horse. 5-ാം വാക്യം 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 5 and 19th verses. അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരും, He'll come upon the white horse വിശുദ്ധന്മാരുമായിട്ട് with വരും, his saints സ്വർഗത്തിലെ സൈന്യമായിട്ട്. from the host of the heaven. അപ്പോൾ ഈ തമ്പടിച്ചിരിക്കുന്ന എതിർ ക്രിസ്തു ടീമും All the Antichrist people ഈ റഷ്യൻ ടീമുകളെല്ലാം and the Russian people, ഇവർ ധരിക്കുന്നത് what they think, ഈ 38-ാം അധ്യായത്തിൽ ചില കൂട്ടർ മാറി നിൽക്കുന്നു. there are some peoples away in the 30th. ശെബയും ദേദാനും തർശീശ് വർത്തകന്മാരും. Some kind of peoples. ശേബയും ദേദാൻ എന്ന് പറയുന്നത് Sheba, Deda means കേത്തുറായുടെ മക്കളാണ്. they are അബ്രഹാമിന്റെ കേത്തുറ മക്കൾ. they are the sons of അവർ Keturah. ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അതാണ് സൗദി അറേബ്യയൊക്കെ ഇപ്പൊ മാറി നിൽക്കുന്നത്. This is Saudi Arabia is away from this group. ശേബ സൗദിയും കുവൈറ്റും ഒക്കെയാണെന്നാണ് പറയുന്നത്. Kuwait and Saudi Arabia. അങ്ങനെയുള്ള രാജ്യങ്ങൾ These kind of അവർ countries, യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. they will away from this war. അതുകൊണ്ട് അവർ ഇറാനോട് യോജിക്കാതെ ഇപ്പോൾ തന്നെ സൗദി അറേബ്യയിൽ ഇസ്രായേൽ ഈ യുദ്ധത്തിന് നടക്കണ്ടെന്ന് പറഞ്ഞ ഒരു സമാധാന ചർച്ച നടക്കുകയാണ്. Even Saudi Arabia, they are planning for the peace. അപ്പോൾ ദേദാനും ശേബയും And the Gedan and Sheba, തർശീശ് വർത്തകന്മാരെന്ന് പറഞ്ഞാൽ the merchants of Tarshish means ഇംഗ്ലണ്ടിന്റെ in the England ബാലസിംഹങ്ങൾ, and the lions അതായത് അമേരിക്ക, and America, അയർലൻഡ്, ഓസ്ട്രേലിയ, Australia, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ all these ഈ countries, യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കും. and they will also away എന്നാൽ from 7 this war. വർഷത്തിന്റെ അവസാനത്തിൽ In the end of the 7 years, ഒരു സൈന്യം ഒരു മലയിൽ വരുന്ന പോലെ തോന്നും. a big host will come upon the ഇവര് Mount of വാസ്തവത്തിൽ Olives. ക്രിസ്തുവും എടുക്കപ്പെട്ട വിശുദ്ധന്മാരുമാണ്. This is the Christ and the saints. അപ്പൊ ഈ പൊട്ടന്മാർ ഇരിക്കുന്നത് They think ഇവിടെ അമേരിക്ക എല്ലാം കൂടി വലിയൊരു സൈന്യത്തെ ഒരുക്കി ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി വരും. the American peoples comes with the host ഈ there. യുദ്ധത്തിന് അമേരിക്കയ്ക്ക് റോളില്ല. There is no role for അമേരിക്ക America for പറഞ്ഞല്ലോ, this ഞങ്ങൾ war. തടസ്സം ചെയ്യുന്നൊക്കെ പറഞ്ഞാലും We are not hesitating. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. America cannot do anything. അവർ ഇസ്രായേലിനെ ആദ്യം അവർ അടിക്കും, They will kill Israel first. ഇസ്രായേലിനെ ഉപദ്രവിക്കും. They will അമേരിക്ക വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ല. even America cannot do പക്ഷെ anything. അവസാനം അത്യവങ്കിലേക്ക് നോക്കും. And they will അപ്പൊ യേശു ക്രിസ്തു തന്നെ രക്ഷകരായിട്ട് വരും. Jesus Christ will come as a savior. അതാണ് പ്രശ്നമെല്ലാം പരിഹരിക്കും. Then everything will be solved. അതാണ് സക്കറിയ 14-ാം അധ്യായത്തിൽ Zechariah 14, അന്ന് അവന്റെ കാൽ ഒലിവുമലയിൽ യെരുശലേമിനെതിരെ ഒലിവുമലയിൽ നിൽക്കും. that is feet with upon the Mount of Olives. യെരുശലേമിനും ഒലിവുമലയ്ക്കും എതിരെ ഇവൻ മണിപ്പന്തിരിട്ടിരിക്കുകയാണ്. There is a tent in the nearby അവിടെ Jerusalem. നോക്കുമ്പോൾ ഈ സൈന്യം ഇറങ്ങി വരുന്ന പോലെ തോന്നും. The host will come. അപ്പം അമേരിക്ക തയ്യാറാക്കിക്കൊണ്ടിരുന്ന സൈന്യമാണെന്ന് വിചാരിച്ചു. They think it is a host of America. ഇവരെന്ത് ചെയ്യും? What they do? അങ്ങോട്ടേക്ക് തന്റെ സൈന്യം വയ്ക്കും. They will fight against ഈ him. സമയത്ത് In this time, ദൈവം എന്താ പറയുന്നത്? what God ഞാൻ says, എന്റെ പർവ്വതങ്ങളോട് കൽപ്പിക്കും, I will command my mountains. എന്റെ പർവ്വതങ്ങൾ കുലുങ്ങും. My mountains will shake. പർവ്വതങ്ങൾ ആയുധമെടുക്കുന്നതാണ് ഒരു വാക്യം പറയുന്നത്. And this mountain will take the weapons. എന്റെ പർവ്വതങ്ങളോട് ഞാൻ കൽപ്പിക്കും, I will command my ആ mountains. പർവ്വതങ്ങൾ ആയുധമെടുക്കും. That mountains will take the പർവ്വതത്തിന്റെ weapons. ആയുധം എന്താ? What is the weapons of ഭൂമി mountain? കുലുക്കം. That is earthquakes, അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ്, natural വലിയ calamities, കൊടുങ്കാറ്റ്. or there is a big ഈ wind. ഭൂമി കുലുക്കത്തിൽ Because of this earthquake, ഈ യഹൂദന്മാരിൽ ഉണ്ടായിരുന്ന വെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ വെപ്പൺസ്, and all the modern weapons of the രാസായുധങ്ങളുണ്ട്, all the bombs, അണുബോംബുകളുണ്ട്, the atom bombs, ഇതൊന്നും പ്രയോഗിക്കാൻ സമ്മതിക്കത്തില്ല. they cannot use this. പക്ഷേ ഈ ഭൂമി കുലുക്കത്തിൽ But because of the earthquake, ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിപ്പോകും. this all going to be അതാണ് broken. എസെക്കിയേൽ 39-ാം അധ്യായത്തിൽ Ezekiel 38, ഇവരുടെ ശരീരം their body, ഈ അന്ത്യക്രിസ്തുവിന്റെ സൈന്യങ്ങളിൽ the host, ബഹുഭൂരിപക്ഷവും many people, ഇതിന്റെ റിയാക്ഷൻ കൊണ്ട് because of the reaction, മാംസമെല്ലാം അഴുകിപ്പോകും. all this flesh will be ruined. തടത്തിൽ തന്നെ ഉരുകി വീഴുന്നതായിട്ട് It will be melted from their body. ഹിരോഷിമ നാഗസാക്കി യുദ്ധത്തിൽ Like Hiroshima, Nagasaki. 2 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് ദൂരദർശനങ്ങൾ കണ്ടവര് Even the peoples of the 2 kilometers away, അന്നത്തെ കാലത്തിൽ ഈ അനുഭവം വിട്ടപ്പോഴേ when the atom bomb break, മനുഷ്യൻ ഉരുകി പോകുന്ന കണ്ട്. the peoples are melted. അന്ന് അനുഭവം എന്ന് പറഞ്ഞില്ല, അറിയത്തില്ല. They don't know about the atom bomb. എന്താണെന്ന് അറിയാനായിട്ട് ഒരു പത്രക്കാരൻ അടുത്ത് വരുന്നതോറും When the people come, തനിക്ക് അസ്വസ്ഥ ഉണ്ടാക്കി താൻ ആ പ്രദേശത്തിൽ പോയില്ലെന്നാവും. he didn't go there. മനുഷ്യൻ ഉരുകി പോകുന്നതാണ്. He sees the people are melting. അങ്ങനെയെങ്കിൽ ഇത് എത്രയോ മടങ്ങ് ശക്തിയാണ്. How much powerful it is now. അവരുടെ തലയ്ക്ക് തന്നെ അത് വീഴും. It goes upon their own head. കണക്കിന് സൈന്യങ്ങൾ All these host people, ഈ അണു അറ്റാക്കിൽ because of the atom, അവരുടെ ശരീരം ഒഴുകി their body will ഈ melt. ആറ്റമിക് റിയാക്ഷൻ ഉള്ള ശരീരത്തിന്റെ ഈ അസ്ഥികളെ Because of these bones, മനുഷ്യൻ തൊടാനൊക്കത്തില്ല. we can't touch. ആ അസ്ഥിയെ തൊട്ടാൽ അവൻ റിയാക്ഷൻസ്. If we touch the bone, it will be reaction. അതുകൊണ്ടാണ് ഒരു സൈന്യത്തെ തന്നെ അവർ ഉരുവാക്കി. That's why they become big ഈ അസ്ഥികളെ കളക്ട് ചെയ്യാൻ പറ്റിയുള്ള JCB-കൾ, There are a lot of JCBs to collect these മനുഷ്യൻ bones തൊടാതെ വണ്ണം റോബോട്ട്സുകളെ കൊണ്ട് without touching the body with the ഇതിനെ കൊണ്ട് robots. എടുത്തുകൊണ്ട് ബഹിന്നോം താഴ്വരയിൽ കൊണ്ടുപോയി. They will put these bones in നോ the Beginum അമ്നോം Valley, താഴ്വര എന്ന് പറയുന്നത്, അമ്നോം താഴ്വര. Amnom Valley. അവിടെ കൊണ്ടുപോയി അവൻ അടക്കം They ചെയ്യും. will put them in there. അവിടെ പറയുന്നു, നിനക്ക് ഞാനൊരു ശ്മശാന ഭൂമി ഒരുക്കും. I will prepare a graveyard for that. ഗോഗ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ ആദ്യമുള്ള ശക്തിയാണ് കേട്ടോ. ആ ഇസ്രായേലിനോട് റഷ്യയോട് പറയുകയാണ്, To the Russia, God says, നിനക്ക് ഞാനൊരു ഗ്രേവിയാർഡ്, ഒരു 39-11 വായിച്ചേ, 39:11.
എസെക്കിയേൽ 39:11 അന്ന് ഞാൻ ഗോഗിന് ഇസ്രയേലിന് ഒരു ശ്മശാന ഭൂമി കൊടുക്കും. ശ്മശാന ഭൂമി ഒരുക്കും. I will prepare a graveyard അന്ന് for ഈ അസ്ഥികളെല്ലാം പെറുക്കി അവിടെ കൊണ്ടിടും. all these bones will അസ്ഥിയെ be there. തൊട്ടാൽ അവൻ റിയാക്ഷൻസ് ആണ്. That touch the bone, there is a reaction. ഇതോടുകൂടി After this, ഹർമദോൻ യുദ്ധം അവസാനിക്കുക. on the end of the Armageddon battle, യേശുക്രിസ്തു ഇറങ്ങി വരുമ്പോൾ Jesus Christ comes down. തന്റെ തന്റെ അല്ലാത്ത വാളിനാൽ അവർ വീഴും. He will fall because of his own sword. മനുഷ്യന്റെ വാളല്ലാത്ത വാളാൽ, അതായത് യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസത്താൽ Because of the word from the Jesus ഈ Christ, അസീറിയൻ രാജാവായ the king of Assyria, പ്രഭുവായ the എതിർ ക്രിസ്തുവിനെയും the Antichrist, അവനെ സഹായിച്ച മത നേതാവായ കള്ളപ്രവാചകനെയും and the false prophet, തന്റെ വായിൽ ശ്വാസത്താൽ പിടിച്ച് തീയിലേക്ക് ഇടും. with his breath he will be in the ആ fire. തീയിടുന്ന സമയം When he put in the fire, യുദ്ധം തീർന്നു, and the whole battle is over. അവസാനിച്ചു. And the finish. അധർമ്മമൂർത്തി ശരീരത്തിൽ വന്ന് ന്യായവിധിയിലേക്ക് പോയി. And he came into the flesh. കാരണം And അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും, അപ്പൊ ശരീരത്തിലാണ് ന്യായവിധി. the judgment is in the flesh. അപ്പൊ സാത്താനെ ന്യായം വിധിക്കണമെങ്കിൽ To judge അവന് Satan, വേണ്ടി ഒരുക്കിയിരിക്കുന്ന അധർമ്മമൂർത്തിയുടെ ശരീരത്തിൽ ന്യായം he has to വിധിക്കും. come in that flesh, സാത്താനെ ബന്ധിക്കും. and God will chain the Satan. ഈ അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും This Antichrist and false prophet, തീയിലിടുന്നതോടുകൂടി he put in the fire. ദൂതന്മാരെല്ലാം ഇങ്ങനെ ആകാശത്ത് നിൽക്കുക. All the angels are waiting in the sky. സ്വർഗത്തിലെ രാജകുമാരൻ യുദ്ധത്തിനിറങ്ങി. The prince from the heaven came. രാജകുമാരൻ യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. He came for the fight, അവന്റെ battle, സൈന്യങ്ങൾ with യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. his host. ജയം ഉറപ്പാന്ന് അവർക്കറിയാം. There is a victory. അതുകൊണ്ട് മിഖായേലും കൂട്ടരും സകലരും All the peoples, കാഹള ശബ്ദം പിടിച്ച് മധ്യാശ്രയിക്കുക. they will trumpet in the mid sky. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ When we finish the war, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതും. the seventh angel will blow the trumpet. 15:5 വാക്യം. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ഈ യുദ്ധം അവസാനിക്കുകയാണ്. This battle will finish. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ The seventh angel blow the trumpet. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. നോക്കണം, അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. ആ. അവൻ എന്നേക്കും വാഴുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷം അവൻ ഉണ്ടായി. എന്നേക്കും വാഴും. He will reign forever. ആ വാഴ്ചയാണ് That reign. അടുത്ത 10-ാം അധ്യായത്തിൽ അശൂറിന്റെ ന്യായവിധിക്ക് ശേഷം After the judgment of the Assyrians, 10-ാം അധ്യായത്തിൽ the 10th chapter, യെശയ്യാവ് Isaiah 10th 11-ാം chapter, അധ്യായം വരും. 11th chapter, സഹസ്രാബ്ദ വാഴ്ച, there's a millennial reign. മനുഷ്യൻ കാണുന്ന ആ ശ്രേഷ്ഠമേറിയ രാജ്യം. A great nation. അതിന്റെ 11-19 വായിച്ച് 11:19. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ എങ്ങും പോകുന്നു. 9 സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. There is no evil in my holy mountain. മൃഗങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. They understood already. അവരുടെ ക്ഷമകെട്ട് They finished their patience. വീണ്ടും ഏതൻ പോലെ മനുഷ്യനുമായിട്ട് സഹകരിക്കാനുള്ള താല്പര്യം അവർക്ക് വരിക. They want to come with the Eden. ഇവിടെ വരുമ്പോൾ മനുഷ്യനുമായിട്ട് ഗുസ്തിയാണ്. Now they become fight. കാരണം സ്പിരിറ്റ് ഇല്ല. There is no spirit. യേശുവിന്റെ ആത്മാവല്ല, സാത്താന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. There's a spirit of Satan is working. നല്ല ഉദ്ദേശത്തോടെ മൃഗങ്ങളെല്ലാം ഇറങ്ങി വരികയല്ലേ. All these things coming down. ഇങ്ങനെ മനുഷ്യനും മൃഗങ്ങളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്ന ഏതെനിക്ക് ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. Now we are going to come to the Edenic experience where the man and പുള്ളിപ്പുലി എല്ലാം ഒരുപോലെ മേയും. the lion and the human beings can, കൊച്ചുകുട്ടി അവയെ നടത്തും. like the small child can സിംഹം lead. കാള പോലെ വൈക്കോൽ തിന്നും. Like the lion will eat ഈ grass. കാലം അടുത്ത് വരികയാണ്. This time is going to come. നമുക്കറിയാം, ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, When an earthquake comes, സുനാമി ഉണ്ടാകുമ്പോൾ, when tsunami comes, കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ when there's a wind, നേരത്തെ മൃഗങ്ങൾക്ക് അതിന്റെ സിംറ്റംസ് കിട്ടും. the animals knew. ഇപ്പൊ അവര് കാത്തുകൊണ്ടിരിക്കുകയാണ്. Now they are also waiting. വീണ്ടും പ്രഭാതം, When there is another dawn, ഓരോ പ്രഭാതം വരുമ്പോഴും when there is a new dawn പഴയ comes, ഏതെനിക്ക് ലൈഫ് വരുമെന്ന് the Edenic time പക്ഷികളും comes. മൃഗങ്ങളും തലമുറയായി The കൈമാറിയിട്ടുണ്ട്. birds and animals are ആ waiting. സമയം അടച്ചുകൊണ്ടിരിക്കുകയാണ്. That time is coming അതാണ് closer. 11-ാം അധ്യായം. That's what the 11th യെശയ്യാ chapter. 65-ാം അധ്യായം. Isaiah 65. ഇത് വായിക്കുമ്പോൾ When we read this, യേശുക്രിസ്തുവിന്റെ രാജ്യം, Jesus Christ's kingdom, സമാധാന ലോകം വരാൻ there's a പോകുകയാണ്. peace in the world will ഇതിനു come. വേണ്ടി നാം We ഒരുക്കുക. have to get prepared for യേശു this. വരാറായി. Jesus is going to come. സിംഹം കാള പോലെ പുല്ല് തിന്നും. Lion will eat the grass like the നമുക്ക് fox. ഒരു നിമിഷത്തിന് താഴ്ത്താം. Let's humble സിംഹം ourselves. കാള പോൽ പുല്ലു തിന്നീടും, പുലിയോ സിംഹം കാളപോൽ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും മക്കളും അതുമോ സർപ്പത്തിന്റെ ഓടി കളിച്ചെന്നു പരമേശൻ പാരിൽ പരണം പരമേൽപ്പാൻ വരുന്നു പരമേശൻ ഈ പാരിൽ പരണം പരമേൽപ്പാൻ വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുണ്ടോ വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങി
നൽകുന്നുണ്ടോ? സിംഹം കാള പോൽ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും വാക്കളും അതുപോൽ. സിംഹം കാള പോൽ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും വാക്കളും അതുപോൽ. സർപ്പത്തിൻ പോതിൽ കളിച്ചിടും ചെറിയ ശിശുക്കൾ യേശുവിനാചേ വരുന്നു പാരിൽ വരണം പരമേൽപ്പാൻ വരുന്നു പരമേൽപ്പാൻ ഈ പാരിൽ പരമേൽപ്പാൻ. സ്നേഹത്താൽ നിറഞ്ഞൊരു സാമ്രാജ്യം, സ്നേഹത്തിൻ സ്വരൂപനാമേശു. സ്നേഹത്താൽ നിറഞ്ഞൊരു സാമ്രാജ്യം, സ്നേഹത്തിൻ സ്വരൂപനാമേശു. മോദത്താൽ നിറഞ്ഞൊരു വിശുദ്ധ കേട്ടായിരം ആണ്ടു നൽകിയിടാം വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം പരമേൽപ്പാൻ വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം പരമേൽപ്പാൻ വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം പരമേൽക്കാൻ വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം പരമേൽ